പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഒരുമനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏച്ചു പറയാൻ പ്രാർത്ഥിച്ച പ്രധാന അനുഗ്രഹിക്കുന്നു. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ കർത്താവിൽ എനിക്ക് ദിവ്യാരോഗ്യവും ദീർഘായുസ്സും എനിക്കുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ, ഓരോരുത്തരെയും കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ എത്തിച്ചേരുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കരുണയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിന്റെയും മറക്കാൻ പറ്റാത്ത അനുഭവത്തിന്റെയും ദിവസങ്ങളാക്കി ദൈവാത്മാവ് നമ്മളെ തീർക്കുമല്ലോ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് സമയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ദൈവകൃപയിൽ ഒരുമിച്ച് ഇന്ന് കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിട്ട് കുറച്ചു പേരെയൊക്കെ കാണുവാൻ ദൈവകൃപയാൽ യാദൃശ്ചികമായിട്ടുള്ള പെട്ടെന്നുള്ള വരവും പെട്ടെന്നുള്ള അറിയിപ്പുകളുമായിരുന്നു. എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നി, വളരെ അതിശയം തോന്നി. തൃശ്ശൂര് നമ്മുടെ പ്രാർത്ഥന വെച്ച സമയത്ത് എനിക്കൊന്ന് രാത്രി 10:30-ക്കാണ് അങ്ങോട്ട് പറയുന്നത്, 10 മണിക്കോ 10:30-ക്കാണ് അതിന്റെ ഡീറ്റെയിൽസുകളൊക്കെ അയച്ചു തരുന്നത്. പക്ഷേ കൃപയാൽ ഇന്ന് നിങ്ങൾ എല്ലാവരും അവിടെ കുറെ ആളുകൾ നല്ല രീതിയിൽ തന്നെ ആളുകൾ അവിടെ എത്തിച്ചേരുവാനും ഒരുമിച്ച് നിങ്ങളെയൊക്കെ കാണുവാനും തൃശ്ശൂരുള്ള കുറച്ച് ആളുകളെ, എല്ലാവരെയും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ച് ആളുകളെ കർത്താവിന്റെ കൃപയാൽ കാണാൻ പറ്റി. എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ ആളുകൾ വന്നു ഒരുമിച്ച് നിങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഇടയാക്കി. അന്ന് വന്നവരിൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പൊ പ്രാർത്ഥനയിലുണ്ടോ? അന്ന് വന്നവരിൽ കുറച്ച് ആളുകൾ ജോയിൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് സന്തോഷമായിരുന്നു വന്നത്? നല്ല അനുഗ്രഹമായിരുന്നു. ഭയങ്കര സന്തോഷമായി. ജോഷി. ഞാൻ ജോഷിയുടെ അമ്മ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും എന്തായാലും ഒരുമിച്ച് നിങ്ങളെയൊക്കെ കാണുവാൻ വലിയ കർത്താവിന്റെ എനിക്ക് തോന്നുന്ന സാധാരണമായ പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവശക്തിയോടെ വെളിപ്പെടുകയും കർത്താവിന്റെ രോഗസൗഖ്യങ്ങൾ കാണുവാനും കർത്താവിന്റെ കൃപയാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ ആലോചനകൾ, പ്രവചന ആലോചനകൾ ആഴമായ രീതിയിൽ അവിടെ ഇടപെടുവാനൊക്കെയും കർത്താവ് ഇടയാക്കി. ദൈവം വലിയ കാര്യങ്ങളെ വെളിപ്പെടുത്തി വലിയ കാര്യങ്ങൾ കാണുവാൻ ഇടയായി തീർന്നു. വലിയ അത്ഭുതങ്ങൾ അവിടെ കാണുവാൻ ഇടയായി തീർന്നു. തുടർമാനമായിട്ടും കർത്താവിന്റെ കൃപയാൽ ഞാനിവിടെ കുറച്ച് ദിവസമേ ഉള്ളൂ കേരളത്തില്. എങ്കിലും ഞാൻ വൈകുന്നേരം ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, കോട്ടയത്ത് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോട്ടയത്ത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ആളുകൾ പ്രാർത്ഥന വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്റെ സമയത്തിനും ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ചുരുങ്ങിയ സമയത്ത് എനിക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പം കോട്ടയം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾക്ക് തിരുവനന്തപുരത്തും ഒക്കെ ആളുകളുണ്ട്, പല സ്ഥലങ്ങളിലും പല ജില്ലയിലും. നമ്മുടെ സൂമിൽ നിന്ന് മാത്രമല്ല യൂട്യൂബിലും ഒക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ കോട്ടയത്ത് ഒരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഇതെല്ലാം ഷോർട്ട് നോട്ടീസ് ആണ്. പെട്ടെന്ന് ഈ ഒരു വരുന്ന ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം മുമ്പ് തന്നെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കൊല്ലത്തും കണ്ണൂരും ഒക്കെ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. തിരുവനന്തപുരത്തും വയനാടും ഒക്കെ വരണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം, അധികം താമസിയാതെ തന്നെ അടുത്ത പ്രാവശ്യം എല്ലായിടത്തും വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്ലാനേ ഇല്ലായിരുന്നു, ഒരുമിച്ച് കൂടി വരിക പ്രാർത്ഥിക്കാന്നൊരു പ്ലാൻ എനിക്കില്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ക്രമീകരിക്കപ്പെട്ടത്. അങ്ങനെയാണ്. എറണാകുളത്ത് വരണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഞാൻ എറണാകുളംകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളവിടെ വരുന്ന സമയത്ത് നമുക്കൊരു ഹോള് വേണ്ടി വരും. ഞാൻ മ്യൂട്ട് മാറ്റി ചോദിക്കുന്നുണ്ട്. നമുക്കൊരു ഹോള് വേണ്ടി വരും. ആളെ ക്രമീകരണം അതൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആള് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് പേരെങ്കിലും, കോട്ടയത്ത് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് കോട്ടയം ക്രമീകരിക്കാൻ പറ്റിയതും. തൃശ്ശൂർ ഞാൻ അതിശയിച്ചു പോയി. കാര്യം ഇത്ര ആളുകൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങളെയൊക്കെ നേരി കണ്ടത് വലിയ സന്തോഷമായിരുന്നു. കണ്ടതിൽ ഞാനും വളരെ സന്തോഷം. ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റിയില്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. എങ്കിലും കൃപയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എത്ര പേര് എനിക്ക് പാലക്കാടുകാരെന്നെ കേൾക്കുന്ന എനിക്ക് അറിയത്തില്ല.
ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ചുരുങ്ങിയ സമയമാണ് എൻ്റെ മുമ്പിലുള്ളത്. തിരിച്ച് യു കെക്ക് പോകണം. അപ്പൊ അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, പാലക്കാട് എല്ലാ സ്ഥലങ്ങളിലും വെക്കണമെങ്കിലും നമുക്കൊരു ഹോള് വേണം, ഒരു വർഷിപ്പിന്റെ ആൾക്കാർ വേണം, നമുക്ക് പറ്റിയ രീതിയിൽ അത് ക്രമീകരിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും വേണം. ഇപ്പോൾ 1 2 പേരോ ആണെങ്കിൽ എനിക്ക് ആ വരവുകളൊക്കെ ഇത്ര യാത്ര ചെയ്ത് വരുന്നത് ഈ സമയത്ത് എനിക്ക് ഒത്തിരി എന്തുണ്ടാവും, നമുക്ക് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ കോട്ടയം എനിക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കോട്ടയം പറഞ്ഞത്. അപ്പൊ കോട്ടയത്ത് ഒരു പ്രയർ വെക്കാൻ താല്പര്യമുണ്ട്. കുറച്ചു പേര് എനിക്ക് മെസ്സേജ് അയച്ചു, കോട്ടയത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് വരാൻ പറ്റുന്നവരുണ്ട് ഇതിന്റെ അകത്ത്, കോട്ടയത്ത് വെച്ചാൽ എല്ലാരും ഇന്ന് പ്രാർത്ഥന വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എറണാകുളത്തുനിന്ന് ഞങ്ങൾ വരാം ബ്രദറെ. കോട്ടയത്ത് വരാൻ പറ്റും. ഞങ്ങൾ വരാം ബ്രദറെ. ഓക്കെ, കോട്ടയത്ത് ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ വൈകിട്ടത്തേക്ക് പറ്റിയാല് ഞാനൊരു ഗ്രൂപ്പ് ഇന്ന് ചിലപ്പോൾ പറ്റിയാൽ നോക്കട്ടെ, ഒരു ക്രിയേറ്റ് ചെയ്യും. കോട്ടയത്ത് നമ്മുടെ പ്രാർത്ഥനയുടെ വേണ്ടി മാത്രം ഞാനൊരു ഗ്രൂപ്പ് ചിലപ്പോൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്ത് അത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം ടെമ്പററി ആയിട്ട് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ കോട്ടയത്ത് വരാൻ താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾ അതിലേക്ക് പെട്ടെന്ന് കോട്ടയത്തേക്ക് എത്തി. എനിക്കറിയാം ദൂരെ കൂടുതലുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് ബൈക്ക് ഓടിച്ചുകൊണ്ട് പാലക്കാട് വരെ പോയി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ബൈക്കേല് തിരുവനന്തപുരം പോയി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. പത്തനംതിട്ട, അടൂരും ഒക്കെ പോയി ബൈക്കേല് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. രാവും പകലും ഇല്ലാതെ ഞാനും വൈഫും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. സുഹൃത്തുക്കളും സഹോദരന്മാരും ഒക്കെ ആയിട്ട് ആദ്യ സമയത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം എനിക്കറിയാം, ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത ആളാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നൊക്കെ വന്നത് രാത്രി ഏകദേശം 2:30. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ കാലം കൂടിയാണ് രാത്രിയിലുള്ള ഡ്രൈവ്. എങ്കിലും ദൈവം അവിടെയൊക്കെ കൃപ ചെയ്തു, ദൈവം കരുണ ചെയ്തു, ദൈവം സഹായിച്ചു. അപ്പൊ കോട്ടയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. എനിക്ക് നിങ്ങളെ കാണുന്നത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഒരുമിച്ച് കാണുന്നതും നമ്മൾ ഈ സൂമിൽ കാണുന്നതിനേക്കാൾ ലൈവിൽ കാണുന്നത് വളരെ സന്തോഷമാണ്. കോട്ടയത്ത് ഞങ്ങൾ 5 പേര് വരും. 5 പേര് വരുമെന്ന് എഴുതിയിട്ടുണ്ട് കോട്ടയത്ത്. അപ്പൊ കോട്ടയംകാരെന്നെ കേൾക്കുന്നുവെങ്കിലും ഈ വരും ദിവസം ഞാനൊരു പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ചേഞ്ചുകൾ വരുത്തുന്നുണ്ട്. TVM ഒക്കെ നിങ്ങൾ ട്രിവാൻഡ്രം ഞാൻ എന്തായാലും വരാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ട്രിവാൻഡ്രത്ത് വരേണ്ട ഒരു കാര്യം എനിക്കുണ്ട്. ചിലപ്പോഴേ ഉള്ളൂ, അത് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ട്രിവാൻഡ്രം അയക്കാം. പിന്നെ ബാക്കി കണ്ണൂരും ഒക്കെ ഞാൻ എന്തായാലും നമുക്ക് അടുത്ത തവണ കണ്ണൂരിലും കോഴിക്കോടും തൃശ്ശൂരും വയനാടും ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വരുന്ന അടുത്ത പ്രാവശ്യം നമുക്ക് വലിയ കൂട്ടായ്മയിലേക്ക് നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്നും കൂടെ വലുതാവാൻ പോവാണ് സൂമിന്റെ. അപ്പൊ യൂട്യൂബിലും ഒക്കെ എന്നെ കാണുന്നവരുണ്ട്. നിങ്ങളോടും കൂടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിന്റെ പ്രാർത്ഥനയുടെ ഒക്കെ പരസ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ കോട്ടയത്ത് നിങ്ങൾ വരാൻ വേണ്ടി എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കോട്ടയത്തിന് വേണ്ടി ഞാനൊരു ഗ്രൂപ്പ് ഇന്ന് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പ് ശ്രദ്ധിച്ചോണം. അതിൻ്റെ അകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് കോട്ടയത്ത് എത്തിപ്പെടാൻ പറ്റുന്നവര് മാത്രം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എറണാകുളത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. എറണാകുളവും എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ എറണാകുളത്തേക്ക് എനിക്ക് ഒരു പരിചയമില്ല. ഒരു ഹോള് വേണം നമുക്ക് വരണമെങ്കിൽ. വർഷിപ്പിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ എറണാകുളത്തുള്ള ഒരു സഹോദരനെ ഞാനൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം. എറണാകുളത്ത് നിങ്ങൾ എത്ര പേര്, എറണാകുളത്തെ ഞാൻ നോക്കാം. എത്ര പേര് വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം കോട്ടയത്ത് നോക്കട്ടെ. എനിക്ക് എൻ്റെ മുമ്പിൽ ചുരുങ്ങിയ സമയങ്ങളെ ഇനി ഉള്ളൂ ഇവിടെ നിൽക്കുവാൻ. എങ്കിലും ഞാൻ ശ്രമിക്കും, മാക്സിമം ഞാൻ ശ്രമിക്കും. കാര്യം എനിക്ക് വലിയ സന്തോഷമായി. കാര്യം നിങ്ങൾ തൃശ്ശൂർ വന്നപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു, ഞാൻ അതിശയിച്ചു, ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം എനിക്ക് ഈ ഷോർട്ട് ടൈമിൽ 6 മണിക്കൂർ രാത്രിയിൽ, ഒറ്റ രാത്രിയിൽ 6 മണിക്കൂർ, 7 8 മണിക്കൂറിനുള്ളിൽ, അതിനകത്ത് ഈ പകുതി ഉറങ്ങുന്ന സമയമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ വന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, ഓരോരുത്തരെ ബലപ്പെടുത്തി. സൂം പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ പ്രവർത്തികളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്ന സമയമാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അപ്പം സൂമിൽ പങ്കുചേരുന്നവര് ഈ കോട്ടയം മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. തൃശ്ശൂർ മീറ്റിംഗ് എത്ര പേർക്ക് അനുഗ്രഹമാണ്, എത്ര പേർക്ക് ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ദൈവം തൊട്ടോ? തൊട്ടു ബ്രദറെ, തൊട്ട് ബ്രദറെ. ആമേൻ ആമേൻ. വലിയ അനുഗ്രഹമായിരുന്നു. കർത്താവ് വലിയ രീതിയിൽ തന്നെ പ്രവചന ആലോചനകൾ വെളിപ്പെട്ടു. അസാധാരണമായ രീതിയിൽ തന്നെ അതിന്റെ ലൈവ്
എനിക്ക് തോന്നുന്നത് ആ ഒരു ചർച്ചാണത് പ്രാർത്ഥന കോർഡിനേറ്റ് ചെയ്തത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണത്. ഒത്തിരി ദൈവപ്രവൃത്തിയും ദൂതന്മാര് പ്രവർത്തിക്കുക, ഒത്തിരി വലിയ വിസിറ്റേഷൻ ഒക്കെ ഉള്ള ചർച്ചാണ്. സ്വർഗീയമായ ആരാധന വെളിപ്പെടുന്ന ചർച്ചാണ്. അപ്പൊ അവർക്ക് ലൈവ് സ്ട്രീം ഒരു ബ്ലോക്ക് ആയിപ്പോയി അവരുടെ യൂട്യൂബില്. അപ്പൊ അത് 3-4 ദിവസത്തിനുള്ളിൽ അത് അപ്ലോഡ് ആവും. അതിനകത്ത് ഒത്തിരി സാക്ഷ്യങ്ങളും ഒത്തിരി ലൈവായിട്ടുള്ള ദൈവപ്രവർത്തികളുണ്ട്. വരും ദിവസങ്ങളിൽ വീണ്ടും അത് അവർ റെഡിയാക്കുന്നുണ്ട്. അതെനിക്ക് 72 മണിക്കൂർ നീണ്ടുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. 72 മണിക്കൂർ 3 ദിവസമുള്ള നിർത്താതുള്ള പ്രാർത്ഥനയായിരുന്നു. രാവിലെയും വൈകിട്ടും കംപ്ലീറ്റ് പ്രാർത്ഥനയാണ്. പക്ഷെ കോട്ടയത്ത് നമ്മുടെ പ്രാർത്ഥന അധികം സമയം നീണ്ടുപോകത്തില്ല. ഒരു കംപ്ലീറ്റ് നോക്കിയാൽ രാവിലെ തുടങ്ങിയാൽ ഒരു ഉച്ചയ്ക്കോ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും കോട്ടയത്ത് ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നത്. ലൈവ് കണ്ടവരുണ്ടല്ലേ? ലൈവ് കുറെ പേര് ഡിലീറ്റ് ആയിപ്പോയി, ലൈവ് കാണാൻ പറ്റാതെ പോയവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ അപ്പൊ നമുക്ക് നേരിട്ട് കോട്ടയത്ത് കാണാം. കോട്ടയത്ത് വേഗത്തിൽ തന്നെ നമുക്ക് ക്രമീകരിക്കാം. നിങ്ങൾ കഴിവതും വരാൻ ശ്രമിക്കുക. നിർബന്ധിക്കുന്നില്ല, എനിക്കറിയാം പരിമിതികളുണ്ട്, എങ്കിലും കർത്താവിന്റെ കൃപയാൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കാണാം. എറണാകുളംകാര് എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ എറണാകുളത്ത് ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എത്ര പേര് കൂടുമെന്ന് എനിക്കറിയത്തില്ല. അതിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അറിയത്തില്ല നിങ്ങളുടെ ആളുകളുടെ എണ്ണം. അതുകൊണ്ട് നമുക്ക് കാണാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പം കൂടെ ഇന്ന് നിങ്ങൾ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ 3-4 വർഷത്തെ ഒരു സൂം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഗൂഗിൾ മീറ്റ് അങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു. 3-4 വർഷമല്ല, മേളിലായുള്ള യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം നേരിട്ട് കാണാൻ നമുക്ക് ആദ്യം ലഭിച്ച അവസരമായിരുന്നു ഇന്നലെ തൃശ്ശൂരിൽ നടന്നത്. ഇത്രയും വർഷത്തിനിടയിൽ നമ്മൾ ആരും പരസ്പരം നേരിൽ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ നേരിൽ കുറച്ചുപേരെ കാണുവാൻ ഇടയായി തീർന്നു. ഇനിയും ആളുകളെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. അല്പനേരം വചനം പറയാം, അല്പനേരം നമുക്ക് കർത്താവിന്റെ പ്രവൃത്തികളെ കാണാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിന്റെ വലിയ കൃപ കാണുവാൻ കേൾക്കുവാനൊക്കെ ഇടയാക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നത്, ലൈവ് കാണുന്നവർ കഴിഞ്ഞ ദിവസം നമുക്ക് ആ ലൈവിൽ കണ്ട ആ ഒരു ചർച്ചിന്റെ പാസ്റ്ററുടെയും അവിടുത്തെ നമ്പറാണ്, അവിടുത്തെ പ്രയർ ലൈൻ നമ്പറാണ് അവിടെ കൊടുത്തിരുന്നത്. നിങ്ങൾ ഇനി ആ പ്രയർ ലൈൻ നമ്പറിലേക്ക് അധികം വിളിക്കരുത്. കാരണം പലരും ചോദിച്ചിട്ട് എന്റെ നമ്പറുകൾ അത് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒത്തിരി കോളുകൾ വരുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ ആ നമ്പറുകളിൽ വിളിക്കരുത്. അവർക്കത് വേറെയും പ്രാർത്ഥനകളെ ക്രമീകരിക്കാനുണ്ട്. എന്റെ നമ്പർ ഈ വാട്സാപ്പ് നമ്പർ തന്നെയാണ്, എന്റെ ഫോൺ നമ്പർ തന്നെ, അത് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ കോൾ വിളിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത കാര്യം, ഒരു ദിവസം എനിക്ക് വന്നത് 10, 50, 100 കോളുകൾ തന്നെ ഒരു ദിവസം കംപ്ലീറ്റ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കോൾ മിസ്സാവുന്നുണ്ട്, കുറെ കോളുകൾ എടുക്കുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വാട്സാപ്പിലേക്ക് തന്നെ അയക്കും. ഇതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അതെല്ലാം ഒരു ഓർഡറിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയം, ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തെ അനുഭവിക്കുന്ന സമയം. എല്ലാ ദിവസവും കർത്താവിന്റെ തിരുസന്നിധിയിൽ ആമേൻ, നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് പോകാം. എറണാകുളം ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ഒക്കെ ആയിക്കോട്ടെ, നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്കൊന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാന്നൊക്കെ ഉള്ളത്. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ച് നമുക്ക് എല്ലാം ശ്രമിക്കാവുന്നുള്ളൂ. പക്ഷേ വീണ്ടും വരും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും വരും. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കൃപയാൽ മീറ്റിങ്ങളെ ക്രമീകരിക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ കോട്ടയത്ത് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ തയ്യാറായിക്കോണം. രോഗികളായി ഭാരപ്പെടുന്നവരെ കൂട്ടിക്കൊണ്ട് വരണം. ഓട്ടോറിക്ഷ പിടിച്ചാണെങ്കിലും കാറ് പിടിച്ചാണെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. ഞാനൊരു സഹോദരി എന്നെ വിളിച്ചായിരുന്നു കോളിന്റെ കാര്യത്തില്. കഴിവതും രോഗികളെ കൊണ്ടുവന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് നടന്നു കയറാൻ പറ്റുന്ന സ്റ്റെപ്പുള്ള കോള് ഞാൻ നോക്കുന്നില്ല. കാര്യം നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉറപ്പിച്ചു പറഞ്ഞ രോഗികളെ കൊണ്ടുവരിക. കർത്താവ് അവരെ സൗഖ്യമാക്കും. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഗ്യാരണ്ടി പറയുന്നു, യേശു സൗഖ്യമാക്കും. യേശു അത്ഭുതം ചെയ്യും. നമ്മുടെ ആരുടെയും മിടുക്കല്ല. കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലും കർത്താവ് വലിയ സൗഖ്യങ്ങളെ അവിടെ ചെയ്തു. വലിയ രോഗസൗഖ്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായി തീർന്നു. വലിയ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസുകളെ, ദൈവാത്മാവിന്റെ വലിയ സ്പർശനങ്ങളെ അവിടെ ഉണ്ടാകാൻ ഇടയായി തീർന്നു. വളരെ ആഴമായി തന്നെ, പ്രവചനമായി തന്നെ പരിശുദ്ധാത്മാവ് അനേകരെ തൊട്ടു, പേരുകൾ വെളിപ്പെട്ടു, അവരുടെ കാര്യങ്ങളെ വെളിപ്പെട്ടു, അവരുടെ തടസ്സങ്ങളെ കർത്താവ് മാറ്റി. അതൊക്കെയും ദൈവം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോഴത്തെ ലൈവിൽ അവിടെ പ്രാർത്ഥനയ്ക്കിരുന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു ബ്രദറും ഒരു വൈഫും വന്നപ്പം, ഒരു കൊച്ചുമായിട്ടാണ് വന്നത്. ആ സഹോദരനൊക്കെ ചെന്നപ്പോൾ ദൈവാത്മാവ് ഒരു ദർശനം എന്നെ കാണിച്ചു. ലൈവ് കണ്ടവർക്ക് അറിയാം, ലൈവിൽ കൂടിയവർക്ക് എനിക്കറിയാം. ആ സഹോദരനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ചർച്ചയിൽ കൂടുന്നതാണ്. അദ്ദേഹത്തിനൊക്കെ ചെന്നപ്പം ഒരു കാഴ്ച കാണുവാണ്. അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് നിലത്തേക്ക് വീണിട്ട്
ആ പാസ്പോർട്ട് പിന്നെയും പിന്നെയും തിരിച്ചും മറിച്ചും കാണുവാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. അവനെ UK-യുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. UK-യിലേക്ക് ദൈവം അയക്കും എന്നൊരാലോചന ഇവിടെ പറയുവാൻ ദൈവം ഇടയാക്കി. എത്ര പേര് അവിടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നവർ കേട്ടായിരുന്നു? ലൈവിൽ കേട്ടായിരുന്നു നിങ്ങൾ ആലോചന? ഞാൻ കേട്ടിരുന്നു. കേട്ടു. ആമേൻ. നിങ്ങൾ ലൈവിൽ കണ്ടു. അപ്പൊ ആ സഹോദരൻ പറഞ്ഞൊരു വാക്കുണ്ട്. അവന് UK-യിൽ ജോലി ചെയ്യുമായിരുന്നു. പക്ഷെ അവർ ഡിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് വിസ ക്യാൻസൽ ചെയ്ത് അദ്ദേഹത്തെ കയറ്റി വെച്ചു. ഇനി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ബ്രദർ, അതിന് ശേഷം പറഞ്ഞാണ് ഇനി UK-ക്ക് കയറാൻ ഒരു സാധ്യത. ഗവൺമെന്റ് അദ്ദേഹത്തെ എന്ത് ചെയ്തതാണ്? ക്ലോസ് ചെയ്ത് കയറ്റി അയച്ചതാണ്. അങ്ങോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല. ഞാൻ ആ മനുഷ്യനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെല്ലാം നമ്മളെല്ലാം പരസ്പരം ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അയാളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് UK-യുമായിട്ടൊരു ബന്ധമുണ്ട്, അത് മാത്രമല്ല ഇന്ന് ഞാൻ UK-യിലേക്ക് അയക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി. ഗവൺമെന്റ് പറയുന്നു ഇനി അവിടെ കേട്ടത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു പരിചയമില്ലാത്ത എന്നെയും ആ മനുഷ്യനെയും കൂട്ടിവിട്ട് ദൈവാത്മാവ് പറയുന്നത് UK-യിൽ അയക്കുന്നത്. UK-യിൽ ഉള്ളവനായിരുന്നു, UK-ആയിട്ട് ബന്ധമുള്ളവൻ. ഒന്ന് ആലോചിച്ച് ദൈവം എത്രത്തോളം അതെല്ലാം പ്രവചനത്തിൽ കാണുന്നു. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സഹോദരൻ പറഞ്ഞ വളരെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നു, എന്ത് ചെയ്യണം. അതൊക്കെ കർത്താവ് അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്കും വണ്ടർഫുൾ എക്സ്പീരിയൻസുകൾ കോട്ടയത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഉള്ളത് കൊണ്ട് വലിയ എക്സ്പീരിയൻസുകൾ അവിടെ ഉണ്ടാകും. നമുക്ക് ലൈവിൽ നമുക്കതിൽ കാണാം. ലൈവ് എനിക്കറിയത്തില്ല എത്രത്തോളം ലൈവും ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ലൈവിനൊക്കെ പരിമിതിയുണ്ട്. നേരിട്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങൾ കാത്തിരിക്കുക, വരിക, പ്രാർത്ഥന. ഇത് ഷോർട്ട് നോട്ടീസ് ആണ്. പെട്ടെന്ന് തന്നെ ക്രമീകരിക്കുവാൻ, എനിക്ക് തിരിച്ചു പോകേണ്ട സമയത്തിനുള്ളിൽ തന്നെ ക്രമീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എല്ലാം ഷോർട്ട് നോട്ടീസ് ആയിരിക്കും. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ, അധികം താമസിക്കാതെ 2 ദിവസത്തിനുള്ളിൽ തന്നെ മീറ്റിങ്ങിന്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അയച്ചു തരാനും പറയാനും ഒക്കെ ഇടയായി തീരും. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലവും വേണം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ കർത്താവിന്റെ കൃപയിൽ ഇടയാക്കണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അവിടെ എടുത്ത ആ വചന ഭാഗത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ വാക്യം തന്നെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായത്തിന്റെ 30-ഉം 31-ഉം 32-ഉം വാക്യങ്ങളാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഡേറ്റ് ഒക്കെ ഞാൻ അറിയിക്കാം. നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? ഇടയ്ക്കൊന്ന് ഓഡിയോ കട്ടാകുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. നേരത്തെ ഒന്ന് കട്ടായി. ക്ലിയർ ആയി. ഓക്കെ. ആമേൻ. അപ്പൊ ഒരു വാക്ക് ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. സമയം നമുക്ക് ഇച്ചിരി മുന്നോട്ട് പോയി. ഞാൻ ഈ പ്രയറിന്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ലൈവ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. യൂട്യൂബിലേക്ക് ഞാനത് പ്രാർത്ഥന ഡീറ്റെയിൽസ് ലൈവിൽ വരുന്നുണ്ട്. യൂട്യൂബിൽ കാണുന്നവർക്ക് നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങൾ കോട്ടയത്താണെങ്കിൽ, കോട്ടയവുമായിട്ട് അടുത്ത പ്രദേശങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. പ്രാർത്ഥന കഴിഞ്ഞ് വലിയ എക്സ്പീരിയൻസുകളോടുകൂടെ തന്നെ നിങ്ങൾക്ക് മടങ്ങി പോകുവാൻ കർത്താവ് ഇടയാക്കും. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായത്തിന്റെ 30, 31, 32, 33, 34 വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യങ്ങൾ തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലെ 30-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദ ഗോത്രത്തിലെ ഹൂരിന്റെ മകൻ. ഞാൻ അത് കേട്ടത് കൊണ്ട് ഞാൻ അധികം മുഴുവൻ വായിക്കുന്നില്ല. ഇവിടെ പരിശുദ്ധാത്മാവിലുള്ള എബിലിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നമുക്ക് കഴിവുകളെ തരും. ഞാൻ അത് മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വചനത്തിന്റെ ഒരു കണ്ടിന്യൂറ്റി പോലെ തന്നെ ഒന്ന് പോവുകയാണ്. അധികം പറയത്തില്ല, പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനം, അതായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ എടുത്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ ദിവസം? ആ നേരിട്ട് കേട്ടവർക്ക് അല്ലെങ്കിൽ ലൈവിൽ കണ്ടവർക്ക് ആ വചനം കേട്ടായിരുന്നു നിങ്ങൾ? ആ വചനം പരിശുദ്ധാത്മാവിലുള്ള കഴിവ് തരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് വലിയ അനുഗ്രഹത്തിന്റെ മെസ്സേജാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് കഴിവ് തരും. ഒരു കഴിവുമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവ് അത് എത്ര ഭയങ്കര കാര്യമാണെങ്കിലും അത് ചെയ്യിപ്പിക്കും. ഇവിടെ ശ്രദ്ധിച്ചോണം. ഇവിടെ പുറപ്പാട് പുസ്തകം 35-ാം വാക്യത്തിൽ പറയുകയാണ്. 33-ാം വാക്യം മാത്രം എടുക്കുകയാണ്. 35 നിങ്ങൾ ബാക്കി വായിച്ചാൽ മതി. ദൈവം ദിവ്യാത്മാവിനാൽ അവർക്ക് ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർത്ഥ്യവും നിറച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനത്താലും അറിവിനാലും പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. നിങ്ങളെ നിറയ്ക്കുവാൻ കഴിയും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനത്താൽ നിറയ്ക്കുവാൻ കഴിയും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനത്തെ നിറച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുവാൻ പറ്റും. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ അങ്ങ് നടത്തണം. ഈ പരിശുദ്ധാത്മാവ് നടത്തിയാലുള്ള പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ കഴിവ് നമുക്ക് തരും. എന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ കഴിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിത്തീരും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ പറയുകയാണ്, ദിവ്യാത്മാവിനാൽ കർത്താവ് നമുക്ക് ജ്ഞാനവും ബുദ്ധിയും, ശ്രദ്ധിച്ചോണം, ജ്ഞാനവും ബുദ്ധിയും അറിവും. അപ്പൊ ഇത് ആരുടെ ജ്ഞാനമാണ്? പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ ബുദ്ധിയും പരിശുദ്ധാത്മാവിന്റെ അറിവും പരിശുദ്ധാത്മാവിന്റെ സാമർത്ഥ്യവും ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പം അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ലഭിച്ചു, പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി ലഭിച്ചു, പരിശുദ്ധാത്മാവിന്റെ അറിവ് ലഭിച്ചു, പരിശുദ്ധാത്മാവിന്റെ സാമർത്ഥ്യം അവർക്ക് ലഭിച്ചു. അതായത് ഒരു മല ഇനി കുലുങ്ങി താഴേക്ക് വന്നാലും വലിയൊരു സൈന്യം ഇനി ഇളകി വന്നാലും പേടി വരത്തില്ല, അവർ പിടിച്ചു നിൽക്കും. എത്ര പ്രതിസന്ധികൾ മുമ്പിൽ വന്നാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിൽക്കുന്ന വ്യക്തിയെ ഒരു പ്രത്യേകത പറയാം, നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ദൈവാത്മാവിന് ധൈര്യമുണ്ട്, നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ ദൈവാത്മാവിന് ശക്തിയുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിയും കഴിവും കുറവാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കഴിവും ബുദ്ധിയും വെളിപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് തരും? പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ നീതിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മുടെ മേൽ പകരുവാൻ ഇടയായിത്തീരും. ആമേൻ. ഇനി ഞാൻ പറയാം, നിങ്ങൾക്കിപ്പം ഞാൻ ഈ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത്, കോട്ടയത്തെ ഒരു സ്ഥലത്ത്, പുതുപ്പള്ളിയിലെ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അവിടെ പ്രസംഗിച്ച് സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം അവരിങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഒരു ബൈബിൾ തിയോളജി ഒക്കെ പഠിച്ച കുറെ ചെറുപ്പക്കാരിങ്ങനെ വന്നിട്ട് പറഞ്ഞു, എവിടെയാണ് ഈ ബൈബിളിനെ പറ്റിയുള്ള സ്റ്റഡി നടത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു സ്റ്റഡി എനിക്കില്ല, പ്രത്യേകിച്ച് ഞാൻ ബൈബിള് പഠിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു തിയോളജി ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നും അതുകൊണ്ട് എനിക്കൊരു ബന്ധവുമില്ല, ബൈബിള് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പ്രസംഗത്തിന്റെ അകത്ത് വളരെ ഓർഡറായിട്ട് അതായത് അവർ പ്രസംഗ ശാസ്ത്രം പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഓർഡറായിട്ട് എങ്ങനെയാണ് ഇത് പ്രസംഗിക്കുന്നതിനോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ കുറെ വചനങ്ങൾ ചേർത്ത് പറയുന്നത്. അതിപ്പം എന്താണ് പ്രസംഗ ശാസ്ത്രമെന്നോ എങ്ങനെയാണ് ഇത് ഓർഡറിൽ പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വചനങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പം അറിയാത്ത രീതിയിൽ ദൈവാത്മാവ് അത് ഓർഡറിൽ കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾ ഇവിടെ എൻ്റെ കൂടെ വചനം കേട്ടോണ്ടിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, പലയിടങ്ങളിലുമൊക്കെ സുവിശേഷം ഇങ്ങനെ പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ളതല്ലേ, ദൈവാത്മാവ് ഞാൻ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ചിലപ്പോൾ ഒരു വചനം എടുത്തു കഴിഞ്ഞാൽ ആ വചനം ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവം ഇവിടെ എങ്ങനെയാണ് ഈ വചനം പറയുന്നത്? ഒരു ബന്ധവും കാണത്തില്ല, ആ വചനവുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കണമെന്ന് പരിശുദ്ധ ആത്മാവിന് അറിയാം. ഞാൻ ഒത്തിരി സമയത്ത് ഇങ്ങനെ എനിക്ക് അറിയാവുന്ന കുറെ വചനങ്ങൾ പ്രിപ്പയർ ചെയ്ത് പലപ്പോഴും പോയ സ്ഥലങ്ങളിൽ പെട്ടെന്ന് ദൈവാത്മാവ് വേറെ വചനങ്ങളിലേക്ക് മാറിപ്പോകും. അപ്പൊ ആരോ അവിടെ വന്നിട്ടുണ്ട് ആ വചനം ആവശ്യമുള്ളത്, അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വചനങ്ങളെ ഓർഡറിലേക്ക് കൊണ്ടുവരും. ഇവിടെ പറയുകയാണ്, ദിവ്യാത്മാവിനാൽ ദൈവം അവർക്ക് ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർത്ഥ്യവും കൊടുത്തിരിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം പറയും, നിങ്ങൾക്ക് ദൈവത്തിന്റെ കഴിവുകൾ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. എന്റെ കൂടെ പറഞ്ഞാട്ടെ, എനിക്ക് ദൈവത്തിന്റെ കഴിവുകളെ തരുമെന്ന് പറഞ്ഞു. എനിക്ക് ദൈവം ദൈവത്തിന്റെ കഴിവുകളെ തരും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര കട്ടിയുള്ളൊരു ബോക്സാണ്, വലിയൊരു ബോക്സാണ്. അപ്പം പെട്ടെന്ന് പ്രാർത്ഥന അവിടെ ക്രമീകരിക്കപ്പെട്ടതുകൊണ്ട് ആ ബോക്സ് അകത്തോട്ട് കയറ്റാൻ വേണ്ടി രണ്ട് പേര് ഭയങ്കര വലിപ്പമാണ് ആ ബോക്സിന്. ഭയങ്കര ഒരു ഫ്രിഡ്ജിനേക്കാളും അത് ഭയങ്കര വലിപ്പമുള്ള ഒരു ബോക്സാണ്. ഒരു നോർമൽ ഫ്രിഡ്ജിനേക്കാളും വലിപ്പമുണ്ട്, അതിന് നല്ല വെയിറ്റും ഉണ്ട്. അപ്പൊ അത് വണ്ടിയിൽ നിന്ന് എടുത്ത്
ആ ഹോളിലേക്ക് എത്തിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയം ഒത്തിരി പോയി. ഞാനാണെങ്കിൽ അത് പിടിച്ചാലൊന്നും പൊങ്ങത്തില്ല, എനിക്ക് നല്ല ഉറപ്പ്. രണ്ടുപേര് വേണം അത് പുറത്തേക്ക് എടുത്ത് കൊണ്ടുവെക്കണമെങ്കിൽ. ആ സമയത്ത് അവിടെ വരാന്ന് പറഞ്ഞ സഹോദരന്മാരെല്ലാം ലേറ്റ് ആയിപ്പോയി. എനിക്കാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ആ ബോക്സ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണം. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് വേറെ ആരും അവിടെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കർത്താവ് എന്നാ ചെയ്യും, ഈ ബോക്സ് അകത്തോട്ട് കയറ്റണം. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കഴിയത്തില്ല, ഉറപ്പായിട്ടും നടു വെട്ടിയിരിക്കും. അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് മാറി. ഒന്നാമത് നമുക്കത് പിടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വലിപ്പമുള്ള ഒരു ബോക്സാണ്. രണ്ടാമത് 2 പേര് അല്ലെങ്കിൽ 3 പേരെങ്കിലും വേണം ആ ബോക്സ് ഒന്ന് അത് പൊക്കി എന്ത് ചെയ്യണം, അത് പുറത്തോട്ട് എടുത്ത് വെക്ക് മാത്രമല്ല അതിന്റെ സ്റ്റാൻഡിലോട്ട് പൊക്കി വെക്കണം. ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് ആരുമില്ല, സമയം പോയി, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു. പക്ഷെ എടുത്തപ്പോൾ ഞാൻ ഫീൽ ചെയ്തത് ഈ ഒന്നുമില്ലാത്ത കാർഡ്ബോർഡ് പെട്ടി എടുക്കുന്നത് പോലെ ഫീൽ എനിക്കുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഫ്രിഡ്ജിനേക്കാൾ വലിപ്പവും വെയിറ്റുമുള്ള ഈ വലിപ്പമുള്ള ബോക്സ്, 2-3 പേര് കൂടി ചുമന്ന് പൊക്കി വെക്കേണ്ട ബോക്സ്, ഒന്നുമില്ലാത്ത ഒരു കാലിപ്പെട്ടി, കാർഡ്ബോർഡ് പെട്ടി എടുത്ത് പൊക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മണ്ടത്തരമാണോ? മണ്ടത്തരമല്ലേ? കാർഡ്ബോർഡ് പെട്ടിയുടെ വെയിറ്റ് വേറെ, ഒരു ഫ്രിഡ്ജിന്റെ വെയിറ്റ് വേറെ, ഈ വലിയ ബൂഫറും സ്പീക്കറും ഒക്കെ ഇരിക്കുന്ന ബോക്സിന്റെ വെയിറ്റ് വേറെ. നല്ല തടി കൊണ്ടുണ്ടാക്കിയ നല്ല വെയിറ്റ് ഉള്ള ബോക്സാണ്. പക്ഷെ ആ സമയത്ത് എനിക്കത് ഫീൽ ചെയ്തില്ല. എനിക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്തില്ല. എന്റെ കൈക്ക് പ്രത്യേകിച്ച് സ്ട്രെങ്ത് ഒന്നുമില്ല. പക്ഷെ എനിക്കത് ഉയർത്തുവാൻ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ലഭിച്ചു. ബൈബിൾ പറയുന്നു ഫിസിക്കൽ സ്ട്രെങ്ത്. നമ്മൾ ഒരു തവണ ഫിസിക്കൽ സ്ട്രെങ്തിനെ പറ്റി പറഞ്ഞത് അല്ലേ? ദാവീദിന്റെ മേലും ശിംശോന്റെ ഒക്കെ മേലും വ്യാപരിച്ച് സിംഹത്തിന്റെ വായൊക്കെ വലിച്ചു കീറാൻ വേണ്ടി 500-600 കിലോയുള്ള സിംഹത്തെ 100 കിലോയുള്ള മനുഷ്യന് കീറാൻ കഴിയത്തില്ല. പക്ഷെ ദാവീദ് വലിച്ചു കീറി. ശിംശോൻ അതിനെ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു. അതൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റുന്ന ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വരും. അത് ഫിസിക്കലായി വരും, സ്പിരിച്വലായി വരും. ആമേൻ. ഇവിടെ ദിവ്യ ആത്മാവ് നമുക്ക് ജ്ഞാനം തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം ഞാൻ ദൈവാത്മാവ് സംസാരിച്ചായിരുന്നു, നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഭാഷകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. ലൈവായിട്ട് ആ പ്രാർത്ഥന എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. അവിടെ ദൈവാത്മാവ് ഒരു സംഭവം റിലീസ് ചെയ്തത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആ സമയത്ത് ദൈവാത്മാവ് തരുമ്പോൾ അത് റിലീസ് ആകുക. നിങ്ങളൊരു പ്രവചനം പറയുമ്പോൾ നിങ്ങളുടെ മേലേക്ക് റിലീസ് ആകുക. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? റിലീസ് ആകുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുന്ന സമയത്ത് ഒത്തിരി അപ്പൊ ആ ഒരു ബ്രദർ അവിടെ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ആ UK പോകാൻ നിൽക്കുന്ന ബ്രദർ, അത് നിങ്ങൾക്ക് സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ടോ? സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല ബ്രദറെ, ഇടയ്ക്ക് ഉണ്ടാവില്ല. ആമേൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമുക്ക് ആ ഒരു സഹോദരൻ കഴിഞ്ഞാൽ മാത്രമല്ല പലരുടെ ഉദാഹരണം. ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ കോട്ടയത്തുള്ളതാണ്. അദ്ദേഹം ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് വിദേശത്ത് പോകാൻ വളരെ ആഗ്രഹമായിരുന്നു. അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനയൊക്കെ മുടങ്ങാൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സഹോദരനാണ്. ആ സഹോദരനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന ആ ബ്രദർ പറയുന്നത്, ബ്രദറെ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോകാത്ത ആളാണ്, ഈ കെട്ടി വലിച്ചാൽ പോലും പ്രാർത്ഥനയ്ക്ക് വരാത്ത ആളാണ്. പക്ഷെ എന്തോ ഒരു സന്തോഷം അദ്ദേഹത്തിന് കൂട്ടായ്മ ആചരിക്കാൻ നമ്മുടെ കൂടെ വരാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു വിദേശത്തേക്ക് വരാൻ. അദ്ദേഹം ഒരു കണ്ണാടി ഷോപ്പിൽ എന്താ ജോലി ചെയ്യുക. ഒരു സാധ്യത അദ്ദേഹത്തിന് മുമ്പിലില്ല. ഒരു ദിവസം പ്രാർത്ഥനയുടെ ഇടയിൽ, ഏതോ ഒരു പ്രാർത്ഥന സമയത്ത്, കൂട്ടായ്മയുടെ സമയത്ത്, അദ്ദേഹത്തിന്റെ അടുക്ക പോയിട്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറഞ്ഞു, ഞാൻ നിന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ വേണ്ടി പോകാം. അദ്ദേഹം എന്നെ തുറിച്ചു നോക്കി. കാരണം അദ്ദേഹം കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നടക്കാത്ത കാര്യമാണ്. ഇട്ടേച്ച് പോയിട്ട് സ്വപ്നങ്ങൾ അടച്ചു വെച്ചിട്ട് ഒരു കണ്ണാടിക്കടയിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇപ്പൊ ജോലി ചെയ്യുക. സ്വപ്നങ്ങളെല്ലാം അടച്ചു പൂട്ടി വെച്ചു. ഇനി അതിനുള്ള പൈസയില്ല, അതിനുള്ള കാര്യങ്ങളില്ല. പക്ഷെ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് വേണ്ടി വഴി. പുള്ളി വലിയ അതിനുവേണ്ടി അന്വേഷിക്കാൻ പോയൊന്നുമില്ല. അതിനുവേണ്ടി പുള്ളി ബന്ധപ്പെടാനോ അതിനുവേണ്ടി കണക്ഷൻ നോക്കാനോ ഒന്നും പോയില്ല. ആലോചന കേട്ടു, നടക്കുവാണ്, നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു ദിവസം അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്ത ഒരു വ്യക്തി വിളിച്ചിട്ട് പറയും, നിനക്ക് വരാൻ താല്പര്യമുണ്ടോ? ഒരു ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിന്റെ പേപ്പറൊക്കെ അയച്ചതാണ്, ഒരു വഴി ഞാൻ ഒപ്പിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അയച്ചു കൊടുത്തു. 2 മാസത്തിനുള്ളിൽ തന്നെ ആ കാര്യം ക്രമീകരിച്ചു. അദ്ദേഹം പോകാനിടയായിട്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, ദൈവം ഒരു പ്രവചന ആലോചന പറയുമ്പോൾ അത് റിലീസാകുക. നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യത ഇല്ലായിരിക്കാം, ഒരു കണക്ഷനും ഇല്ലായിരിക്കാം, ഒരു ബന്ധവും ഇല്ലായിരിക്കാം. പക്ഷെ ദൈവം അതിൻ്റെ അകത്ത് ഒരു കാര്യം റിലീസ് ചെയ്യുമ്പോൾ, ഒരു കാര്യം പ്രവചിക്കുമ്പോൾ, ദൈവം അതിന്റെ മേൽ നിങ്ങളുടെ വഴികളെയും കൂടെ തുറന്നു വിടുകയാണ്. മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിൽ കേൾക്കുന്ന വചനമായിക്കോട്ടെ, പ്രവചന ആലോചന ആയിക്കോട്ടെ, വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിക്കോട്ടെ, അതൊക്കെ റിലീസ് ആകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അത് റിലീസ് ആകുകയാണ് ആ സമയത്ത്.
കഴിഞ്ഞ ദിവസം പറഞ്ഞു പലവിധ ഭാഷാ വരങ്ങൾ ദൈവാത്മാവ് തരും, അത് റിലീസ് ആവുമെന്ന് പറഞ്ഞു. അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി. നിങ്ങൾ പോലും അറിയാത്ത സമയത്ത് നിങ്ങൾ പറയാത്ത ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. പഠിച്ചിട്ടില്ലാത്ത ഭാഷകളിൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ആമേൻ. അവൻ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും അറിവും ബുദ്ധിയും സകല സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കും. ശ്രദ്ധിച്ചോണം. ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർഥ്യവും നിറച്ചിരിക്കുന്നു. അപ്പൊ ദൈവം നമുക്ക് ജ്ഞാനം തരും, ബുദ്ധി തരും, അറിവ് തരും, സാമർഥ്യം നിറച്ചിരിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് തരുന്ന ജ്ഞാനം, നിങ്ങൾ ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തനായ സുവിശേഷനായിരിക്കുന്ന TJS ദിനകരൻ, അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യത്തിൽ അദ്ദേഹം പറയും, അദ്ദേഹം SBI മാനേജരായിരുന്ന ആളാണ് മരിക്കുന്ന തൊട്ട് മുമ്പ് വരെ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് SBI SBT ബാങ്കുകാർക്ക് കണക്കുകൾ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പല കണക്കുകളും, കുഴഞ്ഞു കിടക്കുന്ന കണക്കുകൾ പോലും TJS ദിനകരൻ ബ്രദറിന് അത് ക്ലിയർ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ പറയുമായിരുന്നു. അദ്ദേഹത്തിനെ അവർ വിടത്തില്ല, ഒരു ട്രാൻസ്ഫർ പോലും കൊടുക്കത്തില്ല. കാര്യം അദ്ദേഹത്തെ ഒന്നും വിട്ടുകൊടുക്കത്തില്ല. കാര്യം എത്ര കുഴഞ്ഞ കണക്കുകളും ഇദ്ദേഹം ക്ലിയർ ചെയ്യും. എത്ര കുഴഞ്ഞു കിടക്കുന്ന ബാങ്കിന്റെ കെട്ട് പിടിഞ്ഞു കിടക്കുന്ന പറഞ്ഞ പോലെ കുരുക്ക് കിടക്കുന്ന കണക്കുകളാണെങ്കിൽ പോലും അദ്ദേഹം സോൾവ് ചെയ്യും. എന്താണെന്ന കാര്യം അറിയാവോ? ഇതുമായിട്ട് നേരെ പ്രാർത്ഥനാ മുറിയിൽ പോയിട്ട് പരിശുദ്ധാത്മാവോട് ചോദിക്കും, പരിശുദ്ധാത്മാവെ ഇതെങ്ങനെ ഞാൻ സോൾവ് ചെയ്യും? അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുമായിരുന്നു SBIയിലെ കുരുക്കുകളെ എങ്ങനെ അഴിക്കാം. അപ്പൊ നമ്മളിരിക്കുന്നത് കർത്താവിന് ഇതാണ്, ദൈവം തരും, ദൈവം നമുക്ക് ജ്ഞാനം തരും. ഈസിയാണ്. ഒറ്റ രാത്രി കൊണ്ട് പല മാനേജർമാരും തലകുത്തി മറിഞ്ഞ് തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത, സൊല്യൂഷൻ ഇല്ലാത്ത കേസുകളെ ഈസി ആയിട്ട് പിറ്റേ ദിവസം രാവിലെ അത് ക്ലിയർ ആക്കി പുള്ളി കൊടുക്കുമായിരുന്നു, ആ ബ്രദറെ കൊടുക്കുമായിരുന്നു. അപ്പൊ ആലോചിച്ചു, എവിടുന്ന് കിട്ടിയ അറിവ്? പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന് പല തലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, ഇതിപ്പോ ഞാൻ പറയുന്നതെല്ലാം ഏറ്റവും അംശമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലെ കാര്യങ്ങളെ പോലും ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതും ദൈവത്തിന്റെ ജ്ഞാനമാണ്. നമ്മൾ ഇനി വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും സ്പിരിറ്റ് ഓഫ് ഫെയ്ത്തും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് വരാം. എങ്ങനെയാണ് കൃപാവരങ്ങളെ ഉപയോഗിക്കപ്പെടുന്നത്, എങ്ങനെയാണ് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നുള്ളത് ദൈവം എനിക്ക് ഏൽപ്പിച്ചത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് തരുവാൻ ഇടയായിട്ടൊരു കാര്യം. ഇതിന്റെ ഏറ്റവും ഒരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് നാളെയും കർത്താവിന്റെ കൂട്ടായ്മയിൽ ബലപ്പെടാം. അപ്പൊ ഈ ദിവസങ്ങളിൽ കോട്ടയത്ത് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജോളി ബ്രദർ സ്ഥലം എവിടെയാ? ജോളി ബ്രദറിന്റെ സ്ഥലം എവിടെയായിരുന്നു? ജോളി ബ്രദറിനെ കേൾക്കുന്നുണ്ടല്ലോ. ജോളി ബ്രദർ ലെഫ്റ്റ് ആയോ? ഡൽഹിന്നാ ജോളി. അല്ല, ജോളി ബ്രദർ ജോളി ബ്രദറിനെ കേൾക്കുന്നില്ലായിരുന്നോ? ജോളി എനിക്ക് ബ്രദറിന്റെ റോക്ക്മാൻ എന്നുള്ള പേരുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. US-ലായിരുന്നല്ലോ അദ്ദേഹം. റോക്ക്മാൻ US-ലായിരുന്നു ജോളി ബ്രദർ. അല്ല, ജോളി ബ്രദർ എവിടെയായിരുന്നു? സ്ഥലം മറന്നു ഞാൻ. ഓക്കെ, ജോലി ബ്രദറെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി. ഇങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന സിറ്റുവേഷൻ ജോലിയിലും മറ്റൊക്കെ ആണെങ്കിൽ ജോലി ബ്രദറെ ചോദിച്ചത് കേട്ടോ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വണ്ടി കാര്യങ്ങളെ കർത്താവ് അറിവ് ചെയ്യാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ബെൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവിന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ബെൻസനുമായിട്ട് കണക്ട് ചെയ്ത് ആരാണോ ഇന്ന് സൂമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ, ബെൻസനെ പരിശുദ്ധ ആത്മാവ് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഈ പേര് സിസ്റ്ററുടെ മകനല്ലേ? എവിടുന്നാ? തിരുവല്ല. ബെൻസനെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകട്ടോ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് ബെൻസന്റെ മേൽ ചൊരിയുന്നല്ലോ. എന്ന് കർത്താവ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ബെൻസൻ ഇന്ന് കർത്താവിന്റെ സ്പർശനം ബെൻസന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവുക.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം ആ ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുമ്പോൾ ആ കുടുംബത്തെ കർത്താവ് കാണുകയാണ്. ഇന്ന് എന്നോട് ദൈവാത്മാവ് സഹോദരി ബെൻസന്റെ മാതാവിനോട് പറയാൻ കർത്താവ് പറയുന്നു, ദൈവം അതിരുകളെ തുറക്കാൻ വേണ്ടി പോവാം. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ വലിയ കൃപ കുടുംബത്തിന്റെ മേൽ ചുരിയുന്നുണ്ടപ്പ. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നുണ്ടപ്പ. ഞങ്ങൾ തകരത്തില്ല, നശിക്കത്തില്ല, കർത്താവിന്റെ നാമത്തിൽ എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, ഞാനൊരു വിളിപ്പേരാണ് ഞാൻ കേൾക്കുന്നത്. കുട്ടായി എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേര് ഞാൻ കാണുന്നു. 34 വയസ്സുള്ള ഒരു വ്യക്തി ആ കുടുംബത്തിന്റെ അകത്തുണ്ട്. കുട്ടായി എന്ന പേര്, അതൊരു എനിക്കറിയാം പേരല്ല, ഒരു വിളിപ്പേരാണ്. ആ വ്യക്തിയുള്ള കുടുംബത്തിന്റെ അകത്ത് തന്നെ 34 വയസ്സുള്ള ഒരു വ്യക്തി ആ കുടുംബത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഇന്ന് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഭവനത്തെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല, ഇതിന്റെ കൂട്ടത്തിൽ കർത്താവ് എന്നെ കാണിച്ചതാണ്. ഒരു ഭവനം ഞാൻ കാണുന്നു. കയറി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിൽ ജനലുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഒരു പേരമരം, ഈ പേരയ്ക്ക ഉള്ള മരം ഉണ്ടല്ലോ, നാട്ടിലേക്ക് അറിയത്തില്ല, ഇത് പേരയ്ക്ക മറ്റെന്തെങ്കിലും, ഓരോ ജില്ലയിലും ഓരോ ചില പേരുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും പേര മരം നിൽക്കുന്ന പേരയ്ക്ക മരമുള്ള ഒരു ഭവനം കയറി വരുമ്പോ തന്നെ, അതായത് ആ എൻട്രൻസിൽ തന്നെ ആ മരം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന ഒരു വീട് ഞാൻ കാണുന്നു. ഇന്ന് ആ ഭവനത്തിലേക്ക് കർത്താവ് എന്നെ ആ കുടുംബത്തിലേക്ക് കയറ്റി വിടുന്നു. ഞാൻ കാണുന്ന ഒരു കാഴ്ച, കയറി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഇരിക്കുവാൻ തക്കതായ രീതിയിൽ കസേരയല്ല, കുഷിയനുള്ള ഒരു സീറ്റ് ഞാൻ കാണുന്നു. കുഷിയനുള്ള ഒരു സീറ്റ് ഞാൻ കാണുന്നു. ആ ഒരു ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ കുടുംബത്തിൽ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരീനെയാണ് കർത്താവ് തൊടുന്നത്. ആ സഹോദരിയെ നോക്കിയിട്ട് കർത്താവിനോട് പറയുന്നു, യേശുവേ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ചൊരിയുന്നു. ഇന്ന് ആ കുടുംബത്തിൽ എന്നെ കാണുന്ന ഹസ്ബൻഡിനെയും തലമുറയിനെയും ദൈവം സ്പർശിക്കുന്നു. അവിടെ കർത്താവ് പറയുന്നു, നോക്കി ഉച്ചവരുടെ നടുവിൽ ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ്. തല കുനിക്കുവാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചു ബ്ലസ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ശോശാമ എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കാണുവാണ്. ശോശാമ, അങ്ങനെ ഒരു പേരുള്ള ഒരു വ്യക്തിയുള്ള കുടുംബം ആ കർത്താവ് ഇന്ന് ആ കുടുംബത്തെ ദൈവം ഫോക്കസ് ചെയ്യാണ്. ശോശാമ എന്നുള്ള ഒരു വിളിപ്പേരാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്റെ ഉള്ളിൽ പേര് ആരാത്? എന്റെ അമ്മയുടെ അമ്മയാണ്. ഇവിടെ അടുത്തുണ്ട്. ഉണ്ട് കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്രദറെ ഏറ്റെടുത്ത കുടുംബത്തിൽ നിന്ന് വിടുതല യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ശോശാമയെ കർത്താവ് കുട്ടായി എന്നുള്ള ഞങ്ങളുടെ വീട്ടിലെ എന്റെ മോന്റെ ഞങ്ങള് വിളിപ്പേര് വിളിക്കുന്ന കുട്ടായിന്ന് 34 വയസ്സുണ്ടാവുന്നു. ഉണ്ട്. അന്ന് ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെന്ന് ഉറപ്പിക്കുകയാണ്. ഇന്ന് 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്ന കുടുംബങ്ങളെ എന്റെ വീടിന്റെ എൻട്രൻസിൽ ഒരു പേരമരം ഉണ്ട് കേട്ടോ. സിസ്റ്ററുടെ വീടിന്റെ ഇപ്പൊ പറഞ്ഞ അടയാളവുമായിട്ട് സിസ്റ്റർ വീടുമായിട്ട് ബന്ധമുണ്ടോ? പേരമരം ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളത്. ഭർത്താവൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കല. ഞാനിവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം. ഇങ്ങനെ ഒരു ജനലും ഉണ്ട് വലതുവശത്ത് വീടിന്. ഇതേ അടയാളം ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. 1-2 പേര് വെളിപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. യേശുവേ, ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ ഓവർഫ്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്നെല്ലാവരും പാട്ട് നിങ്ങളെ തമ്പുരാൻ സ്പർശിക്കും. ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മാവിന്റെ എക്സ്പീരിയൻസുകളാണ് കൂട്ടായ്മ. എല്ലാവരും പ്രാർത്ഥിച്ചത് നിങ്ങളുടെ വീടും ഭവനവും എല്ലാം. ഞാനിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ കർത്താവ് കാണിക്കുമ്പോൾ അതേ സമയത്ത് ദൈവം എന്നെ ആ ഭവനത്തിലേക്ക് കൊണ്ടുപോവുക. ആ ഭവനത്തിലെ അന്ധകാരത്തെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റുന്നത് ഞാൻ കാണുക. അന്ധകാരങ്ങളെ ദൈവം വെട്ടിമാറ്റുകയാണ്. പിശാചിന്റെ മുഖങ്ങളെ ഒടിച്ചു കളയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോ പിശാചിന്റെ മുഖങ്ങൾ ഒടിയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നപ്പോ നന്ദി പിതാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നപ്പോ പിതാവേ, ഞങ്ങളൊരു ഗായത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന് പറയുക. ഗായത്രിയൊക്കെ പ്രാർത്ഥിക്കുക തന്നെ കർത്താവിനെ എന്നോട് മറ്റൊരു പേരും കൂടെ ദൈവാത്മാവ് സുമിത്രയ്ക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവാത്മാവ് പറയുക. ഇന്ന് ആ ഭവനങ്ങളെയൊക്കെ കർത്താവ് സ്പർശിക്കുക.
ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. വലിയ രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ മേലേക്ക് ഉണ്ടാകും. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ബ്ലഡിലെ കൗണ്ട് മുതൽ, ചെറിയ തലവേദന മുതൽ, വലിയ ക്യാൻസർ വരെ, മാരക രോഗം വരെ, തളർന്നു കിടക്കുന്ന രോഗിയായിക്കോട്ടെ, ചാടി എണീക്കുവാൻ തയ്യാറായിക്കോ. രോഗവുമായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണെങ്കിൽ യേശുവിനെ ക്രൂശിൽ അടി കൊള്ളേണ്ട കാര്യമില്ല. യേശു മുറിവേറ്റത് നിങ്ങൾ സൗഖ്യമാകാൻ, അത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ശരീരത്തിന്റെ മേലെ അത് വന്നേ പറ്റത്തുള്ളൂ. മരുന്നിന് പരിമിതിയുണ്ട്, ഡോക്ടർക്ക് പരിമിതിയുണ്ട്, മെഡിക്കൽ സയൻസിന് പരിമിതിയുണ്ട്. പക്ഷേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് പരിമിതിയില്ല. നിങ്ങളെ തൊടുവാൻ ദൈവത്തിന് കഴിയും. യേശു നിങ്ങളെ അത്ഭുതമാക്കി മാറ്റും. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ്. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നത്. എൻ്റെ യേശുവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നത്. കർത്താവിന് ഓരോ മക്കളെയും അങ്ങ് സ്പർശിക്കുന്നത്, ഓരോ മക്കളെയും കർത്താവെ അങ്ങ് തൊടുന്നുണ്ട്. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ ഈ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സൂമില് എനിക്ക് വന്നത് ഇത്രയും ആൾക്കാർ കഴിഞ്ഞതിന് ശേഷം ഇനി വരുന്ന ആൾക്കാർക്കെല്ലാം ഇത് ഗ്രൂപ്പ് ഫില്ല എന്ന് കാണിച്ചുകൊണ്ടിരിക്കും, ബാക്കി ആൾക്കാർക്ക്. അപ്പൊ വരും ദിവസങ്ങളിൽ നമ്മളത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി വരാൻ പോകുന്നത് നമ്മൾ 1000 പേരെ പ്രാർത്ഥന. ഞാൻ ആഗ്രഹിക്കുന്ന അതിനേക്കാൾ ഡബിൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കണം നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഇന്ന് എനിക്കറിയാം ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്യാൻ പോവാൻ ദൈവാത്മാവ് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യങ്ങൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത, ഒട്ടും എന്താ പറയുന്നത്, ഒരു സാധ്യതയില്ലാത്ത സമയങ്ങളിൽ കർത്താവ് അങ്ങോട്ട് വലിയ പ്രവചനങ്ങൾ അങ്ങോട്ട് തരും. അതങ്ങ് മുറുക്കെ പിടിച്ചോണം. ബാക്കി എല്ലാം കർത്താവ് തുറക്കും. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് തമ്പുരാൻ ഇങ്ങനെ പറയുന്നു, ഒരു മറിയത്തിന്റെ മകളെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. മറിയം എന്ന് പറയുന്ന ആളുടെ മകളെ ദൈവം സ്പർശിക്കുന്നു. മറിയത്തിന്റെ മകളെ കർത്താവ് തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു അടയാളമായിട്ട് കർത്താവ് വിളിക്കുന്നു. ഈ ഒരു ചുവന്ന കളറിലെ, ചുവന്നല്ല, ചുമപ്പ് പോലെ ഇരിക്കുന്ന ഒരു കളറാണ്. പ്രത്യേകിച്ച് രണ്ട് എനിക്ക് കാണുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ചുമപ്പല്ല, പക്ഷെ ഈ ഓറഞ്ച് പോലെ ഇരിക്കും. പക്ഷെ എന്നാൽ ചുമപ്പുമല്ല ഓറഞ്ചും അല്ലാത്ത രീതിയിൽ, ഓറഞ്ച് പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഒരു കളറുള്ള ഒരു വട്ടത്തിലെ ഡെപ്പിയുടെ അടപ്പ്, വലിപ്പമുള്ള ഡെപ്പിയുടെ അടപ്പിന്റെ മേൽ ഈ സെറ്റിപ്പിൻ പോലത്തെ കുറെ പിന്നുകളൊക്കെ എടുത്തു വെച്ച് കേറി ഈ ഒരു ഡോറ് തുറന്നാൽ വലതുവശത്ത് കണ്ണാടിയുടെ അടുക്കൽ തന്നെ ഈ ഒരു ഇതിൻ്റെ അകത്ത് സെറ്റിപ്പിനുകളും പിന്നുകളും വെച്ചിട്ടുള്ള ഒരു വ്യക്തി, ആ മുറിയിലോട്ട് പ്രവേശിക്കുന്ന വ്യക്തി, ആ മുറിയിൽ സ്റ്റേ ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കണ്ണാടിയുടെ അടുക്കളിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ മുറിക്കകത്ത് തന്നെ ഇത് ഇരിപ്പുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണുന്നു. പലപ്പോഴും ഈ ഒരു കണ്ണാടിയുമായിട്ട് തന്നെ ബന്ധമെന്ന് എന്നോട് പറഞ്ഞ കർത്താവ് പറഞ്ഞു. പലപ്പോഴും ആ കണ്ണാടിയുടെ മുമ്പിൽ വന്നോട്ട് പല തവണ രക്ഷപ്പെടുന്ന കാര്യങ്ങളെ പറ്റി ഈ കണ്ണാടി നോക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവിന് തൊടുകയാണ്. ദൈവാത്മാവോട് പറയുന്നു, ഇത് നിങ്ങളുടെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്ന കർത്താവ്, ഒരുമിച്ച് ഞങ്ങൾ റിലീസ് ചെയ്യുന്ന കർത്താവ്. ഈ സമയത്ത് ഈ ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഉന്നത ജയത്തെ കൽപ്പിക്കുന്നു. കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, മിറക്കിൾ മണി ഉണ്ടാകാൻ പോകും. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. സമ്പത്ത് കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. ഉയർച്ച പ്രാപിക്കും. ദൈവം നമുക്ക് ശക്തി തരും. സൗഖ്യത്താൽ ദൈവം നിറയ്ക്കും. രോഗികളായി ഭാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുവെങ്കിൽ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിക്കുന്നു, അത്ഭുതത്തെ കൽപ്പിക്കുന്നു. കർത്താവ് തൊടുന്നതിന് നന്ദി. ദൈവം ഇടപെട്ട പ്രവചന ആലോചന ഇടപെട്ട ഓരോ കുടുംബത്തെ പേരുകൾ വെളിപ്പെട്ടവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെ മേൽ കർത്താവെ ഇന്ന് അങ്ങയുടെ വലിയ സ്പർശനങ്ങളെ അങ്ങ് തൊടുന്നല്ലോ. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന യേശു ദൈവാത്മാവിന്റെ ഓരോരുത്തരെയും സ്പർശിക്കുന്ന അങ്ങയുടെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിത് പ്രാർത്ഥനയുടെ സമയമാണ്, അത്ഭുതത്തിന്റെ സമയമാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഈ സമയത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് പറയരുത്, നമ്മളത് വാട്സാപ്പിലാണ് ക്രമീകരിക്കുന്നത്. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞു. പ്രാർത്ഥനയിൽ തന്നെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. ഈ സമയം സാക്ഷ്യങ്ങളുടെ സമയമാണ്. ആർക്കെങ്കിലും ദൈവം ചെയ്ത സാക്ഷ്യങ്ങളോ ഇടപെട്ട ആലോചനകളോ നേരത്തെ ഇടപെട്ട ആലോചനകളോ സാക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്.
അത് പറയണം. കോട്ടയത്തേക്ക് വരുന്നവർ നേരിട്ട് സാക്ഷ്യം പറയുവാൻ തയ്യാറായിട്ട് വേണം പറയാൻ. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സാക്ഷ്യങ്ങളെ പറയുവാൻ അവസരം അവിടെയുണ്ട്. ലൈവായിട്ട് പറയാൻ ഒരു മടിയും വേണ്ട. നമുക്കത് സാക്ഷ്യങ്ങൾ നേരിട്ട് കേൾക്കാൻ. നമ്മൾ ഒരു സൂമിന്റെ മറയിൽ നിന്നല്ല കേൾക്കുന്നത്. നേരിട്ട് സാക്ഷ്യം, ഒരു മടിയും വേണ്ട. നിങ്ങൾക്ക് നേരെ വന്ന് ലജ്ജ കൂടാതെ സാക്ഷ്യം പറയാൻ അവസരങ്ങളുണ്ട്. നമുക്ക് കാണാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാനുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം സാക്ഷ്യങ്ങളെ പറഞ്ഞു. ബ്രദറെ, ഹലോ, ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞാന് ബ്രദറിനോട് മെനഞ്ഞാന്ന് ചോദിച്ചായിരുന്നു മോടെ ഒരു വിഷയത്തെ പറ്റിയായിരുന്നു. മോള് ജർമ്മനി പോകുന്ന ബ്രദർ പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചിട്ട് പറയാം സിസ്റ്ററെ, വാട്സപ്പിൽ മെസ്സേജ് ഇടണേ. ഞാൻ വിളിക്കുകയും ചെയ്തു, മെസ്സേജ് ഇട്ട്. ബ്രദർ വേറെ നോക്കിയിട്ടേ ഇല്ല ബ്രദറെ. ഒന്ന് പറയണേ ബ്രദർ എന്നോട്. പറയാം. ഞാൻ എന്തായാലും ഇന്ന് തിരക്കായപ്പോൾ നാളെ ഞാൻ പറയാം കേട്ടോ. ബ്രദറെ, സൂമിൽ കാണുന്ന നമ്പർ ഇട്ടാ പോരെ സാറേ? ബ്രദർ പറഞ്ഞില്ല, അത് കുട്ടായി എന്നുള്ള ഒരു പേര് പറഞ്ഞില്ല. അത് കുട്ടായി 34 വയസ്സ് എന്റെ മോനാണ് ബ്രദറെ. അവന് വിവാഹം കഴിഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഭവനത്തിട്ട് കടന്നു വരുന്നത് ഞങ്ങളുടെ അടുത്ത്. ഞാനും ഭർത്താവും ആണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ എന്നും കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവന് വേണ്ടിയിട്ട്. ഇപ്പൊ കർത്താവ് തൊട്ടതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒത്തിരി നാളെ എന്റെ കൊച്ചിനെ കണ്ടിട്ട് തന്നെ. കർത്താവ് തൊട്ട് ഇന്നു മുതൽ അത് ഞാൻ പറഞ്ഞില്ല, ദൈവം പ്രവചനാലോചന വെളിപ്പെടുമ്പം അത് റിലീസ് ആവുകയാണ്. ഡെലിവറൻസ്, ഇത് ആ ബന്ധനം പൊട്ടുകയാണ് കേട്ടോ യേശുവിനെ. അതുകൊണ്ട് ഞാൻ ആമേൻ പറഞ്ഞോളം പറയുന്നു. ഹലോ ബ്രദറെ, ബ്രദറെ ഒരു സാക്ഷ്യം പറയട്ടെ ബ്രദറെ. പറഞ്ഞു. ബ്രദറെ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കണത്. എന്റെ പേര് ദീപ എന്നാണ്. എനിക്കും എന്റെ കൂട്ടുകാർക്കും കൂടി വേണ്ടിയാണ് പറയണെന്ന്. പുള്ളിക്കാരത്തിൽ അവിടെ റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്നോട് പറയാൻ പറഞ്ഞ്. ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർ പ്രേയറിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിടുതലും കിട്ടി. ഭയങ്കര അനുഗ്രഹമായിരുന്നു. അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ബ്രദറിനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല സ്വപ്നത്തിൽ പോലും. അതിനും ദൈവത്തിന്റെ കൃപയാൽ ബ്രദറിനെ കാണാനും പറ്റി, പ്രാർത്ഥനയ്ക്കാനും പറ്റി. അതിന് ദൈവത്തിനോട് കൂടുതലായിട്ട് ആയിരം നന്ദി പറയുന്നു. അതുപോലെ ബ്രദറിനെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, എന്റെ പേര് റീത്ത എന്നാണ്. ഞാൻ ഇന്നലെ ബ്രദറെ കാണാൻ തൃശ്ശൂര് വന്നിരുന്നു ബ്രദറിനെ കാണാനായിട്ട്. ഞാൻ അറിഞ്ഞിട്ടല്ല വന്നത്, പെട്ടെന്നൊരു മെസ്സേജ് കണ്ടപ്പോൾ ഓടി വന്നതാണ്. ആ മെസ്സേജ് വന്ന് ബ്രദറിനെ കണ്ടു, ബ്രദർ പ്രാർത്ഥിച്ചു. കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പിന്നെ എന്നോട് വീട്ടിൽ വന്ന് കയറുമ്പോ തന്നെ ഭയങ്കര അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. ആ പകർച്ച വീട്ടിലേക്ക് എത്തിച്ച് ചെല്ലുമ്പോ തന്നെ ബ്ലസ് ചെയ്ത് ഹസ്ബൻഡിന്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആൾക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ മക്കൾക്കായാലും മോള് ജർമ്മനിക്ക് പോണ കാര്യത്തിൽ ഇന്ന് പകലൊരു 2-3 പേരെന്നെ വിളിച്ചു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ, അതായത് ടിക്കറ്റിന്റെ പൈസ, സാധനങ്ങൾ മേടിക്കുന്നതിന്റെ പൈസ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് അത് ഏറ്റെടുത്ത് എന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി 18-ാം തീയതിക്ക് ടിക്കറ്റ് ഇന്ന് എടുത്തു. അപ്പൊ അതിന് ഒത്തിരി താങ്ക്സ്. ബ്രദറിന്റെ കൈ വെച്ച് അതൊരു സാക്ഷ്യമാണ്. കാര്യം ദൈവാത്മപരമായിട്ട് തിരിച്ച് ഭവനത്തിൽ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം കാണും. കാല് കുത്തുമ്പോൾ തന്നെ അത് കാണാനിടയാത്തവരുന്നു, റിസൾട്ട് കാണാനിടയാത്തവരുന്നു. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. എന്റെ വീടിന്റെ കേറി വരുന്ന ഉടനെ പേരമരം ചാഞ്ഞു കിടക്കാണ്. പിന്നെ ഒരു മിനിറ്റ് പറയുന്ന ആള് പറഞ്ഞോട്ടെ. പാസ്റ്റർ പ്രത്യേകമായിട്ട് ഇടുക്കി കൂടി പ്രാർത്ഥിക്കണം. ഒരു സെക്കൻഡ് ടോംസ് പറഞ്ഞ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. പറഞ്ഞു. നിങ്ങൾ ഇത്തരത്തിലും മ്യൂട്ട് മാറ്റില്ല, പറയുന്ന ആള് മാത്രമേ മ്യൂട്ട് ആക്കുള്ളൂ. എന്റെ വീടിന്റെ കേറി വരുന്നിടത്ത് പേരമരം ചാഞ്ഞ് കിടപ്പുണ്ട്. അകത്തോട്ട് കേറി ചെന്ന ഉടനെ സെറ്റിയാണ്, ദീപാങ്കൂട്ടുമാണ്, സെറ്റിയാണ്. ഇപ്പം ബ്രദർ പറഞ്ഞ പ്രാർത്ഥനയില് തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് പറഞ്ഞ പോലെ തന്നെ ദൈവം പറഞ്ഞ അടയാളം, ദൈവാത്മാവ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് അറിയാം. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ സ്വിച്ച് ഉണ്ടെന്നും ഏതൊക്കെ അലമായോ ഏതൊക്കെ കളർ ഉണ്ടെന്നും എനിക്കറിയത്തില്ല, എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അതെല്ലാം വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാനാണ്. ഇതേ അടയാളം തന്നെ ഒരേപോലെ വെളിപ്പെടുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. കർത്താവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഡെലിവറൻസ് ആണ് ഇന്ന് ആ വിഷയത്തിന് മേൽ ബ്രദറെ ഞാൻ അത് ഏറ്റെടുക്കുന്നു. പക്ഷെ ബ്രദറെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരുമിച്ച് മ്യൂട്ട് മാറ്റല്ലേ. ആ സഹോദരി കംപ്ലീറ്റ് ആയിക്കോട്ടെ.
പറഞ്ഞോ. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് പറഞ്ഞോട്ടെ. പറഞ്ഞു. എന്റെ ചേച്ചിയുടെ മോക്കാണെങ്കിൽ ബ്രദറെ, എന്റെ ചേച്ചിയുടെ മോക്കാണെങ്കിൽ തലവേദനയാണെന്ന് പറഞ്ഞ് രാത്രി 12:30 മണിക്ക് തലവേദന തുടങ്ങി 3:30 വരെ ആ വീട്ടിൽ ഭയങ്കരമായിട്ട് തലവേദന എടുത്ത് എല്ലാ മുറികളിലും ഓടി നടക്കും. ഉറങ്ങാനും വയ്യ, കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അങ്ങനെ 3:30 ആയപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൾക്ക് സഹിക്ക വയ്യാഞ്ഞ് ഓട്ടം വിളിച്ച് ആശുപത്രി വരെ വന്നു. പക്ഷെ ആശുപത്രിയുടെ വാതൊക്കെ വന്നപ്പോഴത്തേക്ക് അവൾക്കാണോ തലവേദനയെന്ന് അറിയാത്ത രീതിയിൽ അത്ഭുത സൗഖ്യം കൊടുത്തെന്ന് അവള് വിളിച്ചു പറയുവാനിടയായി. പിന്നെ ഒരു വിഷയം കൂടെ ഉണ്ട്. 27-ാം തീയതി പിന്നെ മീറ്റിങ്ങില് എന്റെ മോളുടെ പേര് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപ എന്ന്. ദീപ മോളിനെ ഒരു മുറിയിൽ മോളെ കാണുന്നു, അവന്റെ കൂടെ ഒരു മകനെയും കാണുന്നു എന്ന് പറഞ്ഞു. മകൻ എന്റെ മോനും, ദീപ എന്റെ മരുമോളും. ദൈവം പാസ്റ്റർ അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവ് അത് വിടുതൽ തന്നു കഴിഞ്ഞ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു. ധൈര്യമായിട്ടിരുന്നു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു കേട്ടോ. കർത്താവ് അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രവചനം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് കർത്താവിന്റെ ഡെലിവറൻസ് വന്നു കഴിഞ്ഞു. ഞാൻ റോസം, എന്റെ പേരാണ് ശോശാമെന്ന്. ബ്രദർ ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് കൂടാൻ പറ്റുമോ ബ്രദർ? സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടൈം പരിമിതി ഉണ്ട്. ഞാൻ മാക്സിമം ശ്രമിക്കാം, എല്ലാം ഞാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നടക്കാൻ സാധ്യതയുള്ളത് കോട്ടയമാണ്. അതുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ പറയാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഒരുമിച്ച് വീട്ട് മാറ്റരുത്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഒരു മിനിറ്റ്. ഞാൻ കോട്ടയത്തുനിന്ന് വിളിക്കുകയാണ്. ബ്രദറെ, ഞാൻ കോട്ടയത്തുനിന്ന് വിളിക്കുകയാണ്. മോളി അന്ന് ബ്രദർ എന്നോട് ഈ 4 ദിവസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ കൂടി ഒരു ഇത് പറഞ്ഞായിരുന്നു. എങ്ങോ ഒരു വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ഒരു മോളി സിസ്റ്ററെ എന്ന് താൻ ആ കുടുംബ വീട്ടിൽ കയറി അന്ന് മുതലുള്ള കണ്ണുനീരും വേദനയാണ്. അങ്ങനെ വലിയ പ്രയാസം നിൽക്കുന്നു. 12 വർഷമായൊരു വിഷയം ഉണ്ടായിരുന്നു. അതെന്റെ മോളാണ്. അവളെ കല്യാണം കഴിച്ച് 2 പിള്ളേരും ബഹറിലാണ്. 3 മാസമായി. പാവം മോനൊന്നും മിണ്ടത്തില്ല. അവള് BSc നേഴ്സാണ്. ഓസ്ട്രേലിയക്ക് നോക്കുന്നുണ്ട്. ബ്രദർ പ്രാർത്ഥിക്കണം. എന്നെ കുറിച്ചാ പറഞ്ഞതും മുഴുവൻ. അന്ന് ഞാൻ ഏറ്റെടുത്ത്. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയ കാര്യങ്ങളെ അത്ഭുതമാക്കി മാറ്റും. പ്രവചന ആലോചന കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ ഡെലിവറൻസ് വന്നു. യേശു പറഞ്ഞു കേൾക്കുന്ന മാതൃകയിൽ അതിന് നിവർത്തി വന്നിരിക്കുന്നു. കർത്താവ് പറഞ്ഞതുപോലെ ഒരു പ്രവചനം കേൾക്കുമ്പോൾ ആമേൻ പറയുമ്പോൾ നിങ്ങളുടെ മേലേക്ക് അത് വെളിപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ റിസൾട്ടുകൾക്കായി കർത്താവിനെ സ്തുതിക്കുക, വെയിറ്റ് ചെയ്യുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഓരോരുത്തരായിട്ട് സാക്ഷ്യം പറയട്ടെ പാസ്റ്ററെ? പറഞ്ഞു. സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞു. തൃശ്ശൂര് ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. പ്രാർത്ഥന, പരിശുദ്ധാത്മാവിന്റെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഒത്തിരി അനുഗ്രഹമായി പോയി. ഞാനത് കണ്ടു പ്രാർത്ഥിച്ചിരുന്നപ്പോഴത്തേക്കിനും തൃശ്ശൂര് വെച്ച് പാസ്റ്റർ പറഞ്ഞു, ഒരു ബീനായെ അനുഗ്രഹിക്കുന്നുണ്ട്. സൂമിലാണോ ഏതിലാന്ന് അറിയത്തില്ല. ഒരു ബീനായെ അനുഗ്രഹിക്കുന്നുണ്ട്. അവൻ മൂത്ത മോനെ വേണ്ടി അവൻ 72 ദിവസത്തിനുള്ളിൽ അവനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് ഏറ്റെടുത്തു. അത് ഞാൻ ബ്രദറിനോട് പറയാണ്, എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഹലോ ബ്രദർ, പിന്നെ കോട്ടയത്ത് നടക്കുന്ന മീറ്റിംഗിൽ കർത്താവ് എന്നെ ഒരു സാക്ഷിയാക്കുകയാണെങ്കിൽ ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുക്കും ബ്രദർ. തീർച്ചയായിട്ടും കർത്താവ് സാക്ഷിയാക്കിയിരിക്കുന്ന ധൈര്യമായിട്ടിരിക്കും കേട്ടോ. വലിയ അത്ഭുതമാക്കി ദൈവമാണ്. ഹലോ, പറഞ്ഞു. പിന്നെ എനിക്ക് ഇങ്ങനെ ഇതൊന്ന് പറയാം. തേയ്മാനത്തിന്റെ ആ പ്രശ്നമായിരുന്നു. അങ്ങനെ 10 കൊല്ലം മുമ്പേ ഇങ്ങനെ വേദന, നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടർ ഒരു മിനിറ്റ് ക്ലിയർ അല്ല സിസ്റ്റർ കമല. സിസ്റ്ററെ ക്ലിയർ അല്ല പറയുന്നത്. ഓഡിയോ ക്ലിയർ അല്ല സിസ്റ്റർ. ഓർക്കെ പറയാവോ? ബ്രദറെ, കോട്ടയത്തെ മീറ്റിംഗ് എന്നാ?
ഞാനത് പറയാം, അറിയിക്കും കേട്ടോ, ടൈം അറിയിക്കും. എന്നോട് പറഞ്ഞു കോട്ടയത്തെ മീറ്റിംഗിന്റെ ഡേറ്റും സമയവും സ്ഥലവും റെഡി ആയിട്ടില്ല. റെഡി ആയതിനു ശേഷമേ ഞാൻ വാട്സാപ്പിൽ നമുക്ക് നിങ്ങൾക്ക് തരും. അതിന്റെ പരസ്യങ്ങളൊക്കെ വരും. ഇതുവരെ ആയിട്ടില്ല കേട്ടോ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയണം? സാക്ഷ്യം പറയാൻ വിളിച്ച് ഇങ്ങനെ ഇതെല്ലാം കോട്ടയം കോട്ടയം എറണാകുളം കോട്ടയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ ബ്രദറെ. ഒരു കാര്യം ചെയ്യും. കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യിക്കും. ഓക്കെ, ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് ടോമസ് ബർ നിങ്ങളെ ആവശ്യമില്ലാതെ നല്ല സാക്ഷ്യം പറയാൻ ഒഴികെ ബാക്കി ആരും നിങ്ങളിപ്പോ പറയരുത്. കാര്യം നമുക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. സൗണ്ട് ഒരേപോലെ വന്നാൽ ഇത് മ്യൂട്ട് ആവും, ബ്ലോക്ക് ആവും, സ്റ്റക്ക് ആവും. അതുകൊണ്ട് ടോമസ് ബർ അതുകൊണ്ടാണ് നിങ്ങൾ തിരുതരം മ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ സാക്ഷ്യം പറയാനുള്ളവർ മാത്രം പറഞ്ഞു തുടങ്ങുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും കോട്ടയത്തിന്റെ എറണാകുളത്തിന്റെ എല്ലാ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ വാട്സാപ്പിൽ ഇനി വരത്തുള്ളൂ. ഇനി നേരി പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ബാക്കി എല്ലാം ഇനി ഗ്രൂപ്പിലേക്ക് വരത്തുള്ളൂ. ഇപ്പൊ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു, വേഗത്തിൽ പറഞ്ഞു. കമലാസ് കംപ്ലീറ്റ് ചെയ്തു. ബ്രദറെ, ഒരു ആലോചന ഇടപെട്ട പറയട്ടെ ബ്രദറെ. ഞാൻ പറയട്ടെ. ബ്രദറെ, എന്റെ പേര് ബിന്ദു എന്ന്. 27-ാം തീയതി. ഹലോ, ഞാൻ പറയട്ടെ. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ എന്നോട് കരഞ്ഞുപോയി. എന്താ പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അന്നേരം പറഞ്ഞാലും ബെൽറ്റ് ഇട്ടിട്ട് അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്നലെ അങ്ങനെ 10 കൊല്ലത്തോളം ആയി. ഇന്നലെ യൂട്യൂബില് ഇത് കണ്ടുകൊണ്ടിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പം കിടക്കുമ്പോക്കെ തിരിയാനും മറിഞ്ഞ് കിടക്കുമ്പോക്കെ ഈ എല്ലിട്ടിട്ട് ചെല്ലിയിട്ട് തിരിയാനും അറിയാനൊന്നും ആയില്ല. അങ്ങനെ ഇന്നലെ കൊണ്ടത് സൗഖ്യമായി. ഇപ്പൊ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാൻ പറ്റുന്നുണ്ട്. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞാൻ വാക്ക് പറയാം, മ്യൂട്ട് മാറ്റല്. 10 വർഷമായിട്ട് കമലാ സിസ്റ്റർക്ക് മുട്ടിന്റെ തേയ്മാനമായിരുന്നു. ഡോക്ടർ പറഞ്ഞ് ബെൽറ്റ് ഇട്ടുകൊണ്ട് എടുക്കാം. അങ്ങനെ ബെൽറ്റ് ഇട്ടുകൊണ്ട് നടന്നയാളാണ്. നിങ്ങൾ കേട്ടത് വെച്ച് ഞാൻ പറയുകയാണ് സാക്ഷ്യം. തിരിയാനോ മറിയാനോ ഒന്നും പറ്റത്തില്ല. ഇന്നലെ യൂട്യൂബിൽ അത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത്, രോഗികൾക്ക് വേണ്ടി പറയുന്ന സമയത്ത് അവിടെ കൈവച്ചു. ഇൻസ്റ്റന്റ്ലി കർത്താവ് സൗഖ്യമാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞത്, തേയ്മാനം ഉള്ളവര് വേദന മാറുന്നതിന്റെ അർത്ഥം കർത്താവ് പുതിയ അസ്ഥിയെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്ന അർത്ഥം. സിസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ, 10 വർഷമായിട്ട് ഡോക്ടർ വരെ പറഞ്ഞു ഇനി ഇത് ബെൽറ്റ് ഇട്ടോ കാലില്. തിരിച്ചില്ല നടക്കാത്തയാളെ, പക്ഷെ കേട്ടോണ്ടിരുന്നപ്പം ഏറ്റെടുത്തു. കർത്താവ് അവിടെ സൗഖ്യം എന്ന് ചെയ്തു. അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകരോട് പറയണം യേശു എന്നെ സൗഖ്യമാക്കി. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ, ഇന്നലെ തൃശ്ശൂര് വന്നിട്ട് കിട്ടിയ സാക്ഷിയാണ്. എന്റെ മോള് ദേവികേനെ അനുഗ്രഹം പറഞ്ഞു. പിന്നെ എന്റെ മോൻ ജിതിന് അനുഗ്രഹമായെന്നും പറഞ്ഞു. ആ സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് തൊട്ടതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദർ, കുറച്ചു മുമ്പ് ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ. റൂമിനകത്ത് കയറുമ്പോ കണ്ണാടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു സേഫ്റ്റി പിൻ ഇടുന്ന ഒരു ഓറഞ്ച് അടപ്പുള്ള, അതായത് ഞാൻ ജാം ഒക്കെ വാങ്ങുന്ന ഒരു ബോട്ടിലാണ് സേഫ്റ്റി പിന്നുകൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അലമാരയുടെ ഫ്രണ്ടിൽ കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിൽ നോക്കിയാണ് ഞാൻ പലപ്പോഴും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞ് കരയാറുണ്ടായിരുന്നു. അത് ബ്രദർ ഇപ്പം പറഞ്ഞു, അത് ഞാൻ ഏറ്റെടുക്കുന്നു. അയ്യോ, ദൈവത്തിന്റെ വലിയ കൃപയോടെ പറഞ്ഞത് വലിയ സാക്ഷ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി സിസ്റ്റർ. ഇത് പറയുന്ന സമയത്ത് ഞാൻ കേൾക്കാൻ ഏതെങ്കിലും ഒരു സാധ്യത അവിടെ ഉണ്ടോ? സിസ്റ്റർ മ്യൂട്ടായി പോയോ? എനിക്കൊന്ന് എല്ലാം ഓൾ മ്യൂട്ടായി പോയി. സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം കേട്ടോ? ഇന്ന് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ. ഈ ദൈവാത്മാവ് ഇടപെട്ട ഒരു ആലോചനയാണ്. ആ മുറിയും ആ മുറിക്കകത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കുന്നുണ്ട് ബ്രദർ. ആമേൻ. സിസ്റ്റർ പറഞ്ഞത് ഞാൻ അറിയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. ഇല്ല. ഇന്ന് കേൾക്കുന്നവരും ഈ പ്രവചന ആലോചന കേട്ടവരും ഇന്ന് സിസ്റ്റർ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ പോലെ സിസ്റ്റർ ജാം വെച്ചിട്ടുള്ള ഒരു പെട്ടി മാറ്റി വെച്ച് അതിൻ്റെ അകത്ത് സെറ്റിപ്പൻ കണ്ണാടി മുറിക്കകത്തുള്ള കണ്ണാടിക്കകത്ത് കൊണ്ടുവച്ച് ആ കണ്ണാടി നോക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ രാത്രിയിൽ ഇന്ന് ഈ സൂം പ്രയറിൽ പങ്കുചേരുമ്പോൾ ആ സഹോദരി തന്റെ വീട്ടിൽ ആരും അറിയാതിരുന്ന് പറയുന്നതും അവിടെ എന്തൊക്കെയാണോ അതിന്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കൾ ഏറെന്നുള്ളത് കർത്താവ് തന്റെ പരിശുദ്ധ ആത്മാവിലൂടെ അത് വെളിപ്പെടുത്തി പറയുന്നത് എന്തിനാണെന്നറിയാവോ സിസ്റ്ററെ?
ദൈവം ഇത് കണ്ടു കഴിഞ്ഞു. ഇത് കാണുന്നതോട് ഞാൻ പറയുന്നു, ഇത് കേൾക്കുന്ന നിങ്ങളും ഭാഗ്യവാന്മാരാണ്. കർത്താവ് നമ്മളെ കാണുന്നു, ദൈവം നമ്മോട് ഇടപെടുന്നു. സിസ്റ്റർ ധൈര്യമായിട്ടിരുന്ന് ഇനി കരയണ്ട. കർത്താവ് നിങ്ങളെ ആ കണ്ണാടിന് മുമ്പിൽ തന്നെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്നുള്ള സാക്ഷ്യങ്ങളെ പറയുവാൻ കർത്താവ് ഇടയാക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേൾക്കാമോ പറഞ്ഞു കേൾക്കാമോ? പറഞ്ഞു ബ്രദറെ, ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്, ഹരിദാസ്. പറഞ്ഞു ബ്രദർ പറഞ്ഞ പിന്നെ ആലോചന എന്റെ വീടും പേരന്മാരും ഒക്കെ ഉണ്ട്. നമ്മൾ കയറുന്നതിനകത്ത് കണ്ണാടിയും എന്റെ ഭാര്യ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന അവിടെ തന്നെയാണ്. തീർച്ചയായിട്ടും ആമേൻ ആമേൻ പറഞ്ഞ് ബ്രദറെ ഏറ്റെടുത്തോണം. ആ പ്രവചന ആലോചന വെളിപ്പെടുമ്പോൾ തന്നെ ദൈവം അത് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചോണം. അത് ഈ ദിവസങ്ങളിൽ കർത്താവ് കാണിക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. ഉറക്കെ പറയണേ. സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞോട്ടെ. പറഞ്ഞു ധൈര്യമായിട്ട്. ഇന്നലെ ഞാനൊരു സ്വർണ്ണക്കുരിശ് വെച്ചിരുന്ന് കണ്ടില്ലായിരുന്നു. ഞാൻ വീട് മൊത്തം നോക്കി, ഞാൻ വെച്ച സാധനം തന്നെ നോക്കി. ഞാൻ നാളെ സാക്ഷി പറഞ്ഞേക്കാം, എന്റെ സ്വർണ്ണക്കുരിശ് കാണണം. അതെനിക്ക് കിട്ടി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് നഷ്ടപ്പെട്ടു പോയ നന്മ മടക്കി തരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. പ്രാർത്ഥിച്ചു. കർത്താവ് തുറന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേൾക്കാമോ? എനിക്കുണ്ടായ ഒരു പറഞ്ഞു കുറച്ചു നാൾ മുമ്പ്, ഞാൻ ഒത്തിരി നാൾ മുമ്പ് എനിക്ക് കയറിയായിരുന്നു. അപ്പൊ എന്റെ പേര് പറഞ്ഞ പോലെ ഓർക്കുന്നായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഇത് കയറിയ സമയത്തായിരുന്നു. അപ്പൊ അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. വൈകിട്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് എന്റെ പേര് കേൾക്കാനാണ് ഇങ്ങനെ. പക്ഷെ തിരിച്ചു പറയാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. അങ്ങ് പേടിയായിരുന്നു ഇങ്ങനെ സംസാരിക്കാനേ. പക്ഷെ ദൈവാത്മാവിനോട് എപ്പോഴും പറയണം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ കാര്യം അത് ഞാൻ അന്നേരം യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തായിരുന്നു. പക്ഷെ അതൊന്ന് പരസ്യമായിട്ട് പറയാൻ പിശാച് ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കുമായിരുന്നു. കുറച്ച് നാളെടുത്ത് ഇത് ഇങ്ങനെ സംസാരിക്കാനായിട്ട്. ദൈവത്തിനായിട്ട് കൂടുതൽ നിൽക്കുവാനും ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഓർക്കുക. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് തൊട്ട് കഴിഞ്ഞ ബ്രദറെ ഇനി ഒന്നും പേടിക്കേണ്ട. പിശാച് നമ്മുടെ കാൽച്ചുവട്ടിലാണ്. പിശാചിനെ കർത്താവ് തകർത്തിരിക്കുന്നുണ്ട്. ധൈര്യത്തോടെ ബ്രദർ പറഞ്ഞത് തന്നെ. ഇപ്പൊ എനിക്ക് കൊടുത്തിരിക്കുന്ന പേര് iPhone 16 ആണ് ഞാൻ കാണുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ദൈവാത്മാവ് വെളിപ്പെടുത്തി. അദ്ദേഹത്തിനോട് പറയുവാൻ ധൈര്യമില്ലായിരുന്നു. പക്ഷെ ദൈവം ധൈര്യം കൊടുത്തു. ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷെ എനിക്കത് അന്നേരം മനസ്സിലായില്ല. പിന്നെ വീട്ടിൽ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് എന്റെ കുഞ്ഞിന്റെ ഒരു കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. പിന്നെ പല രീതിയിൽ പിശാചനെ ഇങ്ങനെ തടുക്കാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ അപ്പോഴും ഈ വാക്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കുക ബ്രദറെ. ഇനി പിശാചിനെ മൈൻഡ് ചെയ്യേണ്ട. അവൻ നമ്മുടെ കാൽച്ചുവട്ടിലാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഉറുമ്പിനെ കീഴിൽ നമ്മൾ ചവിട്ടിയാൽ നമ്മൾ ആ ഉറുമ്പിനെ നാം അറിയാത്തതുപോലെ നമ്മുടെ കാൽച്ചുവട്ടിൽ യേശു ആക്കി വെച്ചിരിക്കുന്നു. ധൈര്യത്തോടെ വേണം. ഞാൻ യേശുവിന്റെ നാമത്തിൽ പിശാചിനെ സകലത്തെ ചവിട്ടി മെതിക്കുന്നു. അങ്ങനെ തന്നെ പറഞ്ഞു അത്ഭുതം നടന്നിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ആമേൻ. പറഞ്ഞു എന്തോ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. സിസ്റ്റർ ക്ലിയർ അല്ലേ? സ്റ്റോറൊക്കെ പറയാവോ? പാലക്കാടാണ് ഞങ്ങള്. കുഷൻ കുഞ്ഞിട്ടുണ്ട് വീട്ടിൽ വാടകയില്ല തന്നെ ഉണ്ട്. അവർക്ക് വേണ്ടി സിസ്റ്റർ എനിക്ക് സൗണ്ട് ഇല്ല. ഒച്ചത്തിൽ പറയാം. വോളിയം കുറവാ. എന്റെ വാതിക്കലിന്റെ മുന്നിൽ തന്നെ ഒരു കുഷൻ ഉണ്ട് ബ്രദറെ. അത് നിങ്ങൾ പറഞ്ഞതാണ് വീട്ടിന്റെ വാതിക്കൽ മുന്നിൽ തന്നെ ഒരു കുഷൻ ഇട്ടിരിക്കുന്നെന്ന്. അപ്പൊ ഞാൻ സാക്ഷി പറയാം ബ്രദറെ. ഞാൻ ഇതിന്റെ മുന്നില് ബ്രദർ വിളിച്ചിരുന്നു. എന്റെ മകൻ മരിച്ചത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ബ്രദറിന്. അപ്പൊ ഒരുപാട് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പം ഒരു കടഭാരത്തിലേ ഉള്ളത് ബ്രദറെ. പിന്നെ ഞങ്ങൾക്ക് ഒരു 4 ചർച്ച മൂലിയായിട്ട് ഒരു ബ്രദറെ ഞങ്ങൾക്ക് സഹായിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളുടെ മകന്റെ ആസ്പത്രി സ്ലിപ്പെല്ലാം വാങ്ങിയിട്ട് പോയി. അവര് പറഞ്ഞു എന്റെ
ഗൾഫിലേക്ക് അയച്ചു കൊടുത്തിട്ട് പൈസ വരുമ്പോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. അതിന്റെ മുന്നിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്ന് തരാം ഒരു 4 ദിവസത്തിന്റെ ഉള്ളിൽ ഇതെന്ന് പറഞ്ഞിട്ട് പോയി ബ്രദറെ. ഇന്ന് എന്റെ മകൻ മരിച്ചിട്ട് അടുത്ത മാസം 20-ാം തീയതി വന്നാൽ 4 മാസമായി ബ്രദറെ. ഇതുവരെ അവരൊന്നും പറയുന്നില്ല. അതാ ഇന്ന് തരാം നാളെ തരാം. അത് എങ്ങനെ തള്ളിപ്പോന്ന് എനിക്ക് അറിയുന്നില്ല ബ്രദറെ. ആകെ കടത്തില് മുങ്ങിയിരിക്കുന്നു ബ്രദറെ. എന്റെ മകൻ മരിച്ചും പോയി. വല്ലാത്ത അവസ്ഥയിലേ ഉള്ളത് കുടുംബം. ഇന്ന് മരിക്കണം നാളെ മരിക്കണമെന്നും അറിയുന്നില്ല ബ്രദറെ. നമുക്കിന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് വേണ്ടി കർത്താവെ അങ്ങയുടെ സഹായം ആ കുടുംബത്തിൽ വെളിപ്പെടുവാൻ, അനർത്ഥം സംഭവിച്ച ആ ഭവനത്തെ ഇനിയും കർത്താവെ അങ്ങയ്ക്ക് മാത്രമേ അവർ കരയേറ്റാൻ കഴിയത്തുള്ളൂ യേശു എന്ന് ദൈവം എന്നെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവെ അങ്ങ് സഹായിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവെ അവർ അനുഭവിക്കുന്ന ഭാരങ്ങളിൽ നിന്നും ദിവ്യ സമാധാനവും കർത്താവെ ആ സമൃദ്ധിയും കൊടുത്ത് കർത്താവെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുറമാനമായിട്ട് പിന്നെയും സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിന്റെ സന്നിധിയിൽ ബലപ്പെടാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കർത്താവിന്റെ കൃപയിൽ നിന്ന് കേട്ട അത്ഭുതകരമായ രോഗസൗഖ്യമായിക്കോട്ടെ, ദൈവിക ആലോചന ഇടപെട്ട സാക്ഷ്യമായിക്കോട്ടെ, ഇതൊക്കെയും നമുക്ക് തുടർമാനമായിട്ട് ദൈവസന്നിധിയിൽ കേൾക്കാം. അപ്പൊ നമുക്ക് തുടർമാനമായിട്ട് ദൈവസന്നിധിയിൽ ഇനിയും പ്രാർത്ഥനയോടെ കൂട്ടായ്മയിലും വചനത്തിലും പ്രാർത്ഥനയിലും നമുക്ക് കാണാം. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. സമയവ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അത് പറയുന്നതായിരിക്കും. ഇന്ന് ലൈവിൽ എന്നെ കാണുന്നവര് മാക്സിമം നിങ്ങൾ ഈ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യുക. തകർന്നിരിക്കുന്ന അനേകർക്ക് ഈ വചനം കൊടുക്കുക, അവരെ ക്ഷണിക്കുക. ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന നേരിട്ടുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കോട്ടയത്ത് പ്രാർത്ഥന നടക്കുന്നു, അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എറണാകുളത്തിന്റെ കാര്യത്തിൽ നമുക്ക് ക്രമീകരിക്കാം. അതെനിക്ക് അറിയത്തില്ല എത്രത്തോളം ദൈവാത്മ എങ്ങനെയാണോ. ബാക്കി ആരും സങ്കടപ്പെടരുത്. കാരണം ഇത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനിയും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ വെച്ച് പറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി